ഗുരുപരമ്പരയെ സ്മരിച്ചു. മണ്ഡൂക്യോപനിഷത്ത് 8ാമത്തെ മന്ത്രം. സ്വയമാത്മാ അധ്യക്ഷരം ഓംകാരോ അധിമാത്രം പാദമാത്ര മാത്രശ്ചപാദ അകാര ഉകാരോ മകാര ഇതി അവിധേയ പ്രധാന ഓംകാരശ്ചതുഷ്പാദാത്മേതി വ്യാഖ്യാതയ സ്വയമാത്മാ അധ്യക്ഷരം അക്ഷരം അധികൃത്യ അവിധാന പ്രാധാന്യേന വർണ്യമാനോ അധ്യക്ഷരം. ഇവിടെ ഓംകാരത്തെ കുറിച്ച് പറയുകയാണ്. ഓംകാര അവിധേയ പ്രാധാന്യേന ചതുഷ്പാദാത്മേതി വ്യാഖ്യാത എന്ന് പറയുന്നു. മുമ്പ് തുടങ്ങുന്നു ഓമിത്യേതക്ഷരമിതം സർവം തസ്യോപവ്യാഖ്യാനം എന്നിങ്ങനെ പറഞ്ഞു. അതിനോട് സൂചിപ്പിക്കുകയാണ്. ഇവിടെ 7ാമത്തെ മന്ത്രം വരെ ആ പരമാർത്ഥ തത്വത്തെ വെളിപ്പെടുത്തി. ശ്രുതി അത് എന്തിനു വെളിപ്പെടുത്തി? തത്വബോധത്തിനു വേണ്ടി. തത്വബോധം കൊണ്ട് ദുഃഖ നിവൃത്തി, സംസാര നിവൃത്തി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് അതുവരെയുള്ള ഭാഗങ്ങൾ പറഞ്ഞത്. അവിടെ പറഞ്ഞു എന്താണ്? തുരീയ അധികമേ പ്രമാണാന്തരം സാധനാന്തരം വാനമൃഗ്യം ഭാഷ്യത്തിൽ പറഞ്ഞു. ആ തുരീയ അധികമത്തിൽ തുരീയ പ്രാപ്തിയിൽ മറ്റ് പ്രമാണങ്ങളുടെയും സാധനങ്ങളുടെയും ഒന്നും ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ് അതവിടെ അവസാനിപ്പിച്ചു. എന്നാൽ ഈ തത്വം ശ്രവിച്ചാലും ആ തുര്യനിലേക്ക് പരാജാഗ്രത്തിലേക്ക് ഉണരാൻ കഴിയാത്ത അവന് വേണ്ടി അടുത്ത് അവന് പിന്നെ സാധനാന്തരമുണ്ട്, മറ്റു സാധന ചെയ്യണം. ഇവിടെ എന്താണ് ആ സാധന? ഉപാസന. ആ ഉപാസനയാണ് ഇവിടെ 7ാമത്തെ മന്ത്രം മുതൽ അടുത്തു വരുന്ന മന്ത്രങ്ങളിൽ നിർദ്ദേശിക്കുന്നു. തത്വശ്രവണത്തിലൂടെ തത്വാധിഗമത്തിന് തുര്യ അധിഗമത്തിന് അസമർത്ഥനായി അവൻ ഉപാസന. അത് എങ്ങനെയുള്ള ഉപാസന? പ്രണവോപാസന. ഉപാസന പലതരത്തിലുണ്ട്. ഇത് ഇവിടെ പറയുന്ന ഉപാസന പ്രണവോപാസന. പ്രണവോപാസന എന്ന് പറയുന്നത് വൈദിക ഉപാസന. ഉപാസന പ്രധാനമായിട്ട് 2 തരത്തിലാണ്. ഒന്ന് വൈദികം, മറ്റൊന്ന് ആഗമങ്ങളിൽ നിന്ന് വരുന്ന ആഗമികം ഉപാസന. ഈ ദേവതോപാസനകളും മറ്റും ആഗമികമാണ്, ആഗമങ്ങളിൽ നിന്ന് വരുന്നു. പ്രണവോപാസന മാത്രമല്ല, വളരെയധികം ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. മിക്കവാറും എല്ലാ ഉപാസനകളും വൈദിക കർമ്മങ്ങളോട് ബന്ധപ്പെട്ട് വരുന്നു. ഛാന്തോക്യത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ, ഏകദേശം 6ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ ധാരാളം ഉപാസനകളെ കുറിച്ച് പറയുന്നു. അതിലെല്ലാം പ്രത്യേകം ഫലങ്ങളെക്കുറിച്ചും പറയുന്നു. അതിൽ വൈദിക ഉപാസനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് പ്രണവോപാസന. അതിലും ശ്രേഷ്ഠമായൊരു ഉപാസനയെക്കുറിച്ച് പറയുന്നു. എന്തുകൊണ്ട്? ഈ പ്രണവോപാസനയുടെ ഫലവും പരമാത്മപ്രാപ്തിയാണ്. ഇവിടെ ഈ ഉപാസനയെക്കുറിച്ച് പറയുമ്പോൾ അവൻ സർവകാമങ്ങളെയും പ്രാപിക്കും, അവൻ ശ്രേഷ്ഠനായി തീരും, ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും അതൊന്നും മുഖ്യമായ ഫലമല്ല. അതെല്ലാം ഈ ഉപാസനയെ സ്തുതിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. മുഖ്യം പരമാത്മപ്രാപ്തിയാണ്. അത് ശ്രവണത്തിലൂടെ തത്വബോധം സാധ്യമാകാത്തവന് അവനെയും ഇവിടെ ശ്രുതി കൈവിടുന്നില്ല. അവൻ ഉപാസനയെ നിർദ്ദേശിക്കുകയാണ്. ഉപാസന തന്നെ പലതരത്തിലുണ്ട്. വേദം, ആ വേദത്തെ തുടർന്നാണ് ഈ ഉപാസനകളെല്ലാം വരുന്നത്. വൈദികമായ ഉപാസന. പ്രണവത്തിന്റെ ഉപാസന തന്നെ പലതരത്തിലുണ്ട്. ശ്രവണം ഒരു ഉപാസനയാണ്. പരമാത്മ തത്വത്തെ ശ്രവിക്കുന്നു.
ആ ശ്രവണം കൊണ്ട് അവന് തത്വബോധം ഉണ്ടായില്ലെങ്കിൽ അവനെ സംബന്ധിച്ച് ആ ശ്രവണം എന്ന് പറയുന്ന ഒരു ഉപാസനയാണ്. വേദശ്രവണ ഉപാസനയാണ്, വേദോപാസനയാണ്. ശ്രവിച്ചാൽ മതി, ഗുരു ചൊല്ലിത്തരുന്നത് കേട്ടാൽ മതി, അത് ഉപാസനയാണ്. വേദ ഉച്ചാരണം അത് ഉപാസനയാണ്. ഓങ്കാരം എന്ന് പറയുന്നത് വേദമാണ്. കാരണം വേദ സാരഭൂതമാണ് ഓങ്കാരം. വേദത്തെ ശ്രവിക്കുന്നത് അത് ഉപാസനയാണ്. വേദത്തെ ഉച്ചരിക്കുന്നത്, വേദം ചൊല്ലുന്നത് അത് ഉപാസനയാണ്. വേദസ്മരണം, ശ്രവിച്ച് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സ്മരിക്കാൻ പറ്റും. വേദസ്മരണവും ഉപാസനയാണ്. ഒരു ഉപാസന എന്നുള്ള നിലയ്ക്ക് വേദശ്രവണം, വേദോച്ചാരണം, വേദസ്മരണം ഇതിന്റെ എല്ലാം ഫലം പറയുന്നത് പാപനിവൃത്തിയാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. വേദം ശ്രവിച്ചു കഴിഞ്ഞാൽ പാപനിവൃത്തി ഉണ്ടാകും. കാരണം വേദത്തിൽ പല കർമ്മങ്ങളെക്കുറിച്ചും പല ഫലങ്ങളെക്കുറിച്ചും പറയുന്നു. ആ ഫലങ്ങളെല്ലാം, സ്വർഗം പോലെയുള്ള ഫലങ്ങളെല്ലാം പ്രാപ്തമാകണമെങ്കിൽ വേദം ശ്രവിച്ചാൽ മാത്രം പോരാ, കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതേസമയം വേദം ശ്രവിക്കുന്നതുകൊണ്ടും വേദം ഉച്ചരിക്കുന്നതുകൊണ്ടും വേദത്തെ സ്മരിക്കുന്നതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളുണ്ട്. ഈ മൂന്ന് തരത്തിലുള്ള ഉപാസനകൾക്കും ഒരേ ഫലം പറയുന്നു. എന്താണ്? കർമ്മമൊന്നും ചെയ്യണമെന്നില്ല, അവന്റെ പാപം നശിക്കും. ആത്മബോധത്തിന് തടസ്സമായിരിക്കുന്ന പാപം ക്ഷയിക്കുമ്പോൾ, പാപം നശിക്കുമ്പോൾ അത് അവന് പിന്നീട് ആത്മതത്വ ശ്രവണത്തിനും അതിന്റെ സാക്ഷാത്കാരത്തിനും എന്നെ സഹായിക്കും, മോക്ഷത്തിനുമൊക്കെ സഹായിക്കും. ആ രീതിയിൽ ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറയുന്നു. വേദം ശ്രവിക്കുക, വേദത്തെ ഉച്ചരിക്കുക, സ്മരിക്കുക എന്ന് പറയുമ്പോൾ അത് അർത്ഥബോധത്തോടുകൂടി വേണമെന്നില്ല. അർത്ഥബോധം കൂടാതെ തന്നെ ആയാലും ശരി പാപം ക്ഷയിക്കുന്നതാണ്. എന്തുകൊണ്ടത്? ശബ്ദശക്തി, ശബ്ദത്തിന്റെ അചിന്ത്യമായ ശക്തി അതാണ്. അതിന് അത്ര ഒരു ശേഷിയുണ്ട്. ശബ്ദത്തിന് അങ്ങനെയുള്ള ശേഷിയുണ്ടെന്നുള്ളത് നമ്മുടെ അനുഭവസിദ്ധമാണ്. ശബ്ദം നമ്മളെ സന്തോഷിപ്പിക്കുന്നു, ദുഃഖിപ്പിക്കുന്നു, അതിലെ ശബ്ദത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് ശബ്ദം ആന്തരികമായി അന്ധകരണത്തിൽ പ്രവർത്തിക്കുന്നു, അത് പാപത്തെ നശിപ്പിക്കുന്നു. പ്രത്യേകിച്ചും വൈദിക ശബ്ദം എന്ന് പറയുന്നു. അതിൽ പ്രധാനമാണ് വേദം മുഴുവൻ ഉച്ചരിക്കുന്നതിനും സ്മരിക്കുന്നതിനുമെല്ലാം അതിന് പകരമായി, അതിനെല്ലാം ശ്രേഷ്ഠമായി ഓങ്കാരത്തെ നിർദ്ദേശിക്കുന്നു. വേദം മുഴുവൻ ചൊല്ലുന്നതിന് പകരം ഓങ്കാരം ചൊല്ലിയാൽ മതി. എന്തുകൊണ്ട്? വേദസാരഭൂതമായിരിക്കുന്നതാണ് ഓങ്കാരം. അതെങ്ങനെ അറിയാം? അത് വേദത്തിൽ തന്നെ പറയുന്നു. ഓം ഇതി ആത്മാനമേഞ്ചിയില്ല, ധാരാളം വാക്യങ്ങൾ പ്രശ്നോപനിഷത്തിലും മറ്റും പറയുന്നുണ്ട്, വിസ്തരിച്ച് പല ഉപനിഷത്തുകളിലും പറയുന്നുണ്ട്. അപ്പൊ വേദം തന്നെ അതിന് പ്രമാണമാണ്, വേദസാരമാണ് ഓം. അതുകൊണ്ട് ഉപാസനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം, വൈദികമായ ഉപാസനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഓങ്കാരമാണ്. ആഗമങ്ങളിൽ പോലും, ആഗമങ്ങളെന്ന് പറയുമ്പോൾ മറ്റ് ദേവതാ ഉപാസനകളെയും മറ്റും കുറിച്ച് പറയുന്ന ശൈവം, ശാക്തേയം തുടങ്ങിയ പ്രാമാണിക ഗ്രന്ഥങ്ങൾ, അതിനൊക്കെ വിവാദമുണ്ട്. അത് വേറെയാണ്. ആഗമങ്ങളെ പ്രമാണമായി സ്വീകരിക്കുന്നവർ പറയും എന്താണ്, അത് വേദങ്ങളെക്കാൾ പഴക്കമുള്ളതാണ് എന്നെല്ലാം പറയുന്നു. അത് വിവാദങ്ങളാണ്, അതിലേക്ക് നമ്മൾ കടന്നിട്ട് പ്രയോജനമില്ല. എന്തായാലും ആഗമങ്ങളിൽ നിർദ്ദേശിക്കുന്ന മന്ത്രങ്ങൾ, ഉപാസനാരീതികൾ, അതിലെല്ലാത്തിലും ഈ വൈദികമായ ഓങ്കാരത്തെ കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കൂട്ടിച്ചേർത്താലേ അത് പൂർണ്ണമാവൂ എന്നാണ് സങ്കല്പം. ഏതെങ്കിലും ഒരു മന്ത്രം, ഗം ഗണപതയേ നമഃ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഓം കൂട്ടിച്ചേർക്കുന്നു, ഓം കൂടി അവിടെ ചേർക്കുന്നു. അത് വൈദികമാകാം, അവൈദികമാകാം. വേദത്തിനും അത്തരം മന്ത്രങ്ങളുണ്ട്. പക്ഷെ ദേവതകളെ കുറിച്ച് വരുന്ന
മിക്കവാറും മന്ത്രങ്ങളെല്ലാം ആഗമികമാണ്, ആഗമങ്ങളിൽ നിന്നാണ്. ഐം ഹ്രീം ക്ലീം സൗം എന്നൊക്കെ പറയുന്നത് ഇതൊന്നും വേദത്തിൽ നിന്ന് വരുന്നതാണ്, ഇതെല്ലാം ആഗമങ്ങളിൽ നിന്ന് വരുന്നതാണ്. പക്ഷെ അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു? അവിടെയെല്ലാം ഈ ഓമിനെ കൂട്ടിച്ചേർക്കുന്നു. എന്തുകൊണ്ട്? അത് വൈദികമാണ്. അതുകൊണ്ട് അത് വൈദികമാണോ ശ്രേഷ്ഠം, ആഗമികമാണോ ശ്രേഷ്ഠം എന്നെല്ലാം വാദിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അവസാനിക്കത്തില്ല. വാദത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് ഓങ്കാര ഉപാസന ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നു, ആഗമങ്ങളിലും അത് കൂട്ടിച്ചേർക്കുന്നു. അതുകൊണ്ടാണ് ഈ ഗീതയിലും പറയുന്നുണ്ടല്ലോ, ഓം എല്ലാത്തിന്റെയും ആദിയിലും അന്തത്തിനും ഓം ഉപയോഗിക്കണം, കർമ്മങ്ങളിലും ഓം ഉപയോഗിക്കണം, മന്ത്രങ്ങളിലും ഓം ഉപയോഗിക്കണം. അതിലും ചില തമാശയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ശൂദ്രന്മാര് മന്ത്രം ജപിക്കുമ്പോൾ ഓങ്കാരം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ശൂദ്രന്മാർക്ക് വിരോധം തോന്നരുത്. അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്തുകൊണ്ട്? ഓം വേദമാണ്, വേദം ശൂദ്രൻ ശ്രവിക്കാൻ പാടില്ല, ശ്രവിച്ചു കഴിഞ്ഞാൽ പാപമാണ്. അങ്ങനെയൊക്കെ ചില വിശ്വാസങ്ങളുണ്ടായിരുന്നു, ഇന്നും ചിലർക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശൂദ്രൻ ഓം ഉച്ചരിക്കാൻ പാടില്ല എന്നാണ്. ഉച്ചരിക്കാൻ പാടില്ല, ശ്രവിക്കാനും പാടില്ല, സ്മരിക്കാനും പാടില്ല, മൂന്നും പാടില്ല. അതിനൊരു തമാശയുള്ള കാര്യം വേണമെങ്കിൽ പറയാം സാന്ദർഭികമായിട്ട്. ഈ ശങ്കരാചാര്യ പരമ്പരയിൽ സന്യാസിമാര് അഭിവാദനം ചെയ്യുന്ന മന്ത്രമാണ്, നിങ്ങൾക്കൊക്കെ അറിയാം, ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ നമശിവായ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ശങ്കര പരമ്പരയിൽപ്പെട്ട സന്യാസിമാരെ സംബന്ധിച്ച് അതിന് അലിഖിതമായ നിയമമാണ്. നമ്മൾ സാധാരണ ഹരിവും നമശിവായ എന്നൊക്കെ പറയുന്ന പോലെ സന്യാസിമാര് പരസ്പരം കാണുമ്പോൾ ഓം നമോ നാരായണായ എന്ന് പറയണം. അഭിവാദന മന്ത്രം എന്ന് പറയും. സാധാരണ അഭിവാദന മന്ത്രങ്ങളുണ്ട്. അഭിവാദേ അഹം അമുക ശർമ്മ എന്നെല്ലാം പറഞ്ഞ് പേര് പറഞ്ഞ് അഭിവാദനം ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അത് കൂടുതലും ബ്രാഹ്മണരുടെ ഇടയിലാണുള്ളത്. അതുപോലെ സന്യാസിമാരുടെ ഇടയിലുള്ള അഭിവാദന മന്ത്രമാണ് ഈ ഓം നമോ നാരായണായ. അതൊരു ഗുരുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ശിഷ്യൻ ഈ ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം പറഞ്ഞ് നമസ്കരിക്കണമെന്നാണ്. വടക്കേ ഇന്ത്യയിലും ആശ്രമങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം. അവിടെ ചെന്ന് ഈ മന്ത്രം പറഞ്ഞില്ലെങ്കിൽ വെള്ളം പോലും കിട്ടത്തില്ല. അതുപോലെ തന്നെ സീനിയർ സന്യാസിമാരെ കാണുമ്പോൾ ജൂനിയർ സന്യാസിമാരെ കാണുമ്പോൾ ബ്രഹ്മചാരിമാര് ഈ മന്ത്രം പറഞ്ഞ് നമസ്കരിക്കണം എന്നുള്ളൊരു നിയമമാണ്. ആശ്രമങ്ങളിലും സന്യാസിമാരുടെ ഇടയിലുമൊക്കെ അത് പാലിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അവിടെ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്ന നമോ നാരായണായ, താൻ കാണുന്നവനെ നാരായണനായി കണ്ട് നമസ്കരിക്കുന്നു. കാണുന്നത് മനുഷ്യനെയല്ല, നാരായണ സ്വരൂപത്തെയാണ്. കാണുന്നവനെ നാരായണനായി കണ്ടുകൊണ്ട് സ്മരിക്കുക, നമസ്കരിക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? നാരായണ സ്മരണയാണ്, പരമാത്മസ്മരണയാണ്. ഒരു സന്യാസി വേറെ സന്യാസി കാണുമ്പോൾ അവിടെ ഒരു വ്യക്തിയല്ല കാണുന്നത്, സാക്ഷാത് നാരായണനെയാണ്. അതാണ് അവിടെ ഒന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നാരായണൻ എന്ന് ഒരുവനെ കണ്ടിട്ട് നാരായണനെ സ്മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ താൻ കാണുന്നവൻ സാക്ഷാത് നാരായണൻ തന്നെ എന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ പരസ്പരം അത്രയെങ്കിലും രാഗദ്വേഷങ്ങൾ കുറഞ്ഞിരിക്കും. അതാണ് ആചാര്യന്മാർ ഉദ്ദേശിച്ച് അങ്ങനെ ഒരു സമ്പ്രദായം നടപ്പിൽ വരുത്തിയത്. പക്ഷെ അങ്ങനെ ചൊല്ലുന്നിടത്തും ഓം ചൊല്ലണം. ഓം അവരോട് കൂടി ചേർത്ത് ചൊല്ലാവും. കാരണം ഏത് മന്ത്രത്തിൽ ഓം ഉപയോഗിച്ചേ പാടുള്ളൂ. അപ്പോൾ നമോ നാരായണായ എന്ന് പറഞ്ഞാൽ അത് പോരാ, ഓം നമോ നാരായണായ എന്ന് തന്നെ പറയണം, എന്നാലേ അത് പൂർണ്ണമാകും. ഓം എന്ന് പറയുന്നത് സാധാരണ ഓ എന്ന് പറയുന്നത് ദീർഘമാണ്.
അക്ഷരങ്ങളിൽ ദീർഘാക്ഷരമാണ് ഓം. അത് പ്ലുതമായിട്ടാണ് ഉച്ചരിക്കുന്നത്. ഓം തന്നെ ഉച്ചരിക്കണം. എന്നാലേ കേൾക്കുന്ന ഗുരുവിനോ സന്യാസിക്കോ സുഖം വരത്തുള്ളൂ. അത് നമ്മൾ ഓം എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഇവൻ ശരിയായ സ്വാമിയല്ല എന്ന് പറയും. അപ്പോൾ ഇത് ഒരു രീതിയാണ് ഗുരുവും ശിഷ്യനും തമ്മിൽ. അത് അഭിവാദനം ചെയ്തു കഴിഞ്ഞാൽ പ്രത്യഭിവാദനം ചെയ്യണം, നിയമമാണ്. ഗുരുവിനോട് ശിഷ്യൻ ഓം നമോ നാരായണായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു തിരിച്ചും അത് മുഴുവൻ പറഞ്ഞിരിക്കണം. അല്ല ഞാൻ ഗുരുവാണ് അതുകൊണ്ട് ഞാൻ പറയത്തില്ല എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അതൊക്കെ സന്യാസിമാര് സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ ചില സാമാന്യ മര്യാദകൾ ആചാര്യന്മാര് സതുദ്ദേശത്തോടുകൂടി നടപ്പിലാക്കിയാണ്. പക്ഷെ അതിന് ഒരു കാര്യമുണ്ട്, അതിനാണ് തമാശ പറയാൻ പോകും. നമ്മൾ അവിടുത്തെ സാധാരണ ശ്രദ്ധിക്കത്തില്ല ആൾക്കാരും, മഹന്തന്മാര്, മണ്ഡലേശ്വരന്മാര്, ശങ്കരാചാര്യന്മാര് ഇവരെയൊക്കെ പോയി സന്യാസിമാരിങ്ങനെ പറഞ്ഞ് നമസ്കരിക്കണമെന്നാണ് നടപ്പ്, ആചാരം. അങ്ങനെ ഏതെങ്കിലും ഒരു സന്യാസിയെ, വലിയ സ്വാമിമാരെ, നമ്മളെ ഈക്കൽ സ്വാമിയാണെങ്കിൽ കുഴപ്പമില്ല, പോയി കണ്ടിങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ മറുപടിയായിട്ട് അവർ സാധാരണഗതിയിൽ നാരായണ എന്നേ പറയത്തുള്ളൂ, ബാക്കിയൊന്നും പറയത്തില്ല. അത് പറയാത്ത എന്തുകൊണ്ടാണ്? ബാക്കി മനസ്സിൽ പറയും. ഓം നമോ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് പുറമേ നാരായണ ഇത്രേ പറയത്തുള്ളൂ. നിങ്ങൾ ശങ്കരാചാര്യരെ ആരെങ്കിലും പോയി നമസ്കരിച്ച് ഇത് പറഞ്ഞു നോക്കുക, അവർ പതുക്കെ നാരായണ എന്നേ പറയത്തുള്ളൂ. നാരായണ 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 എന്ന് ചിലപ്പോൾ ഒരു 3-4 തവണ പറഞ്ഞെന്നിരിക്കും, എന്നാലും ഓം നമോ നാരായണായ എന്ന് പറയത്തില്ല. ഞാനിതിനൊരു റിസർച്ച് നടത്തിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതെന്താ ഇങ്ങനെ? നമ്മളടുത്ത് ഇങ്ങനെ പറയാൻ പറയും, തിരിച്ച് പറയുന്നു. ഒടുവിൽ ഒരു സ്വാമിയെടുത്ത് ചോദിച്ചു എന്താ അതിന്റെ രഹസ്യമാണ്. പറഞ്ഞു, ഈ വന്ന് നമസ്കരിക്കുന്ന സന്യാസി ശൂദ്രനാണോ ബ്രാഹ്മണനാണോ എന്ന് ഉറപ്പില്ല. ഉറപ്പില്ലാതിരിക്കുക ഇവന്റെ അടുത്ത് ഓം എന്നെങ്ങനെ പറയും? കാരണം വേദം ഇവൻ കേട്ടുകഴിഞ്ഞാൽ അത് ദോഷമാണ്. അതുകൊണ്ടത് ഇവൻ കേൾക്കാതിരിക്കാൻ വേണ്ടി മനസ്സിൽ പറയും ഓം, പുറമേ പറയും നാരായണ. നാരായണ വൈദികമല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, മന്ത്രങ്ങൾ ആഗമികവും വൈദികവുമുണ്ട്. ആഗമികമായ മന്ത്രങ്ങൾ പുറത്ത് പറയാൻ കുഴപ്പമില്ല, വേദം പുറത്ത് പറയാൻ പാടില്ല, കേൾക്കാനും പാടില്ല. അതുകൊണ്ട് ഓം എന്നുള്ളത് ശൂദ്രൻ കേൾക്കാൻ പാടില്ല. വരുന്നത് ശൂദ്രനാണോ ബ്രാഹ്മണനാണോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം മനസ്സിൽ പറഞ്ഞിട്ട് ബാക്കി പുറമേ പറയും. അതാണ് ഈ സ്വാമിമാരെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ആവർത്തിച്ച് നാരായണ 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 എന്നിങ്ങനെ പറയുന്നതിന്റെ രഹസ്യം. ഇത് ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് പുറത്ത് പറയുന്നത്. അങ്ങനെയുണ്ട്. അതുകൊണ്ട് ശൂദ്രന്മാർ ചൊല്ലുന്ന മന്ത്രങ്ങളിൽ നമഃശിവായ എന്ന് പറഞ്ഞാൽ മതി, ഓം ചേർക്കണ്ട. അങ്ങനെ ചില കാര്യങ്ങൾ സാന്ദർഭികമായി പറഞ്ഞാണ്. ഇതിനൊക്കെ ചില അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഇപ്പോഴും നിലവിലിരിപ്പുണ്ട്. ഇവിടെ ഇപ്പോ ഋഷി പറയുമ്പോൾ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. ഇവിടെ പറയുന്നത് എന്താണ്? ഓം. അതിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു. ഓമിന്റെ ഉപാസന അത് നേരത്തെ പറഞ്ഞല്ലോ. ആ ഓമിന്റെ ഉപാസന എന്ന് പറയുമ്പോൾ അത് ഉച്ചാരണമോ ശ്രവണമോ സ്മരണമോ മൂന്നും ആകാം. ഇത് ഓമിന് മാത്രമല്ല, ഏത് മന്ത്രങ്ങളെ സംബന്ധിച്ചും ഇത് ഉപാസനയാണ്. അതിന്റെ ശ്രവണം, ഉച്ചാരണം, സ്മരണം മൂന്ന് ഉപാസന. ദേവതാ മന്ത്രങ്ങളെ സംബന്ധിച്ച് എന്താണോ പ്രത്യേകത? ആ മന്ത്രത്തെ ഉച്ചരിച്ച് അല്ലെങ്കിൽ ഉപാസിച്ച് അതിന്റെ എന്താണോ മന്ത്രം ചൊല്ലണമെങ്കിൽ ഒരുപാട് ഏടാകൂടങ്ങളുണ്ട്. അതെല്ലാം പാലിച്ച് അതിനെ ഉപാസിച്ച് പിന്നെ ആ ദേവതയുടെ അനുഗ്രഹത്തെ പ്രാപിച്ച് ആ ദേവത അനുഗ്രഹത്തോടുകൂടി പിന്നെ അവിടെ തീരത്തില്ല. ഗണപതി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പരാശക്തി വരെ എത്തുന്നതിനിടയ്ക്ക് 10, 18, 10, 20 മന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഓരോ ദേവതകളുടെയും എന്താണ് അനുഗ്രഹങ്ങളൊക്കെ സമ്പാദിച്ച്
അവസാനം ഈശ്വരപ്രാപ്തിയാണ്. എന്താണോ ലക്ഷ്യം അത് നേടുക. അതാണ് സാധാരണ ആഗമിക മന്ത്രങ്ങളുടെ രീതി. ഓരോ ദേവതകളുടെയും അനുഗ്രഹം പ്രത്യേകമാണ്. അത് ചിലർക്ക് അതിന് ഇഷ്ടമുണ്ട്, അതിനുള്ള വാസനയുണ്ട്. അത്തരം സമ്പ്രദായങ്ങളിൽ അങ്ങനെ ആൾക്കാർ അനുഷ്ഠിച്ചു വരുന്നു. ഓരോ ദേവതാരാധന രീതികളാണ്, ഉപാസനാ രീതികളാണ്, അതൊക്കെ നിലവിലുണ്ട്. ഇവിടെ വൈദികമായ ഉപാസനയെ സംബന്ധിച്ച് അങ്ങനെയില്ല. ഇവിടെ പ്രത്യേകിച്ച് ദേവതാ അനുഗ്രഹം, ഓരോ ദേവതകളുടെയും അനുഗ്രഹത്തിലൂടെ അവസാനം അങ്ങനെയുള്ള ഒരു രീതിയാണ്. ഇവിടെ ഓങ്കാര ഉപാസനയുടെ ഫലം എന്താണ്? നേരിട്ട് പരമാത്മപ്രാപ്തി. അവിടെ ദേവതയെ പ്രീതിപ്പെടുത്തുന്ന മന്ത്രങ്ങളൊന്നുമില്ല. ഇതിന്റെ ഉപാസനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ദേവതകളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഈ ഓങ്കാര ഉപാസനയെക്കുറിച്ച് ശങ്കരാചാര്യർ തന്നെ എഴുതിയിട്ടുള്ള പഞ്ചീകരണം, അതിന് സുരേശ്വരാചാര്യ സ്വാമികൾ എഴുതിയിട്ടുള്ള വാർത്തികം വിശദീകരിച്ച് ഈ ഓങ്കാര ഉപാസനയെക്കുറിച്ച് പറയുന്നുണ്ട്. ശങ്കര പരമ്പരയിൽപ്പെട്ട സന്യാസിമാര് സായം പ്രാത ഉപാസന, രാവിലെയും വൈകുന്നേരവുമുള്ള സന്ധ്യ പോലെ ഈ ഓങ്കാര ഉപാസന ചെയ്യുന്നുണ്ട്. ആ ഓങ്കാര ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് അവർ അനുസന്ധാനം ചെയ്യുന്നത് ഈ പഞ്ചീകരണം എന്ന് പറയുന്ന, എല്ലാവരുമല്ല ചിലർ, ഈ ഗ്രന്ഥവും അത് ഈ പറയുന്ന രീതികളുമാണ്. അവിടെ ഇന്ദ്രിയം, വിഷയം, ഇന്ദ്രിയ ദേവത ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും അത് ആഗമികമായ ഉപാസനാ രീതിയെ പോലെയല്ല. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം ഇങ്ങനെയൊക്കെ വേർതിരിച്ച് അതെല്ലാം മനനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. മറ്റ് താന്ത്രിക ഉപാസനകളെ പോലെ, ആഗമികം എന്ന് പറയുന്നത് താന്ത്രിക ഉപാസനകളാണ്. അതിൽ വാസനയുള്ളവർക്ക് അത്, ഇതിനോട് ആഭിമുഖ്യമുള്ളവർക്ക് ഇത്. രണ്ട് രീതിയാണ്. ഓങ്കാരോപാസനയിൽ എന്താണ്? നേരിട്ട് തന്നെ പരമാത്മപ്രാപ്തി. ഇവിടെ അവസാനം ഭാഷ്യകാരൻ പറയുന്നു, ഇവിടെ പറയുന്ന ഫലങ്ങൾ പോലും ഈ ഉപാസനയുടെ സ്തുതിക്ക് വേണ്ടി പറയുന്നു. ഉപാസന അത്രയും ശ്രേഷ്ഠമാണ്, മറ്റെല്ലാ ഫലങ്ങളും അതിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഇവിടെ ഈ ഉപാസന എന്ന് പറയുമ്പോൾ കേവലമായ ശ്രവണ, സ്മരണ, ഉച്ചാരണമൊന്നുമല്ല. ഇവിടെ അതിന്റെ അർത്ഥചിന്തനം ആണ്. ഓമിന് അർത്ഥചിന്തനത്തോടുകൂടി, അർത്ഥചിന്തനം തന്നെ, അർത്ഥചിന്തനമെന്നോ അല്ലെങ്കിൽ അർത്ഥഭാവനയെന്നോ പറയാം. അപ്പോൾ ഈ ഓമിനെ ഇവിടെ പറയുന്ന രീതിയിൽ അതിന്റെ അർത്ഥഭാവന മനസ്സിൽ നിലനിർത്തുക. അവന്റെ ശ്രവണത്തിൽ നിന്ന് അവന് തത്വത്തെ ബോധിക്കുന്നില്ല. അവിടെ അവസാനിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോ ശ്രവിച്ചതിനെ വീണ്ടും മനസ്സിൽ ഉറപ്പിക്കാൻ ശ്രമിക്കും. അതിനെ തന്നെ ഭാവന ചെയ്യും. അതെങ്ങനെ ഭാവന ചെയ്യണം അതാണ് ഇവിടെ പറയുന്നത്. അതിനെയാണ് ഇവിടെ ഉപാസന എന്ന് പറയുന്നത്. ഉപാസന എന്ന് പറഞ്ഞാൽ തന്നെ എല്ലായിടത്തും ഭാവനയെന്നാണ്. ദേവനെ ഉപാസിക്കുന്നു എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ദേവനെ ഭാവന ചെയ്യും, മനസ്സിൽ ഭാവന ചെയ്യും. ശംഖചക്രഗദാധാരി എന്നെല്ലാം നമ്മൾ മനസ്സിൽ ഭാവന ചെയ്യും. നമ്മുടെ മനസ്സിൽ നിലനിർത്തുന്ന ആ ഭാവന തന്നെയാണ് ആ ദേവനെ സംബന്ധിച്ചുള്ള ഉപാസന. അപ്പോൾ ഇവിടെ ഓങ്കാരത്തെ അതിന്റെ അർത്ഥബോധത്തോടുകൂടി ആചാര്യന്മാർ നിർദ്ദേശിച്ച രീതിയിൽ മനസ്സിൽ ചിന്തിക്കുക, അല്ലെങ്കിൽ മനസ്സിൽ ഭാവന ചെയ്യുക, അതാണ് ഇവിടെ ഉപാസന എന്ന് പറയുന്നത്. ഇതൊരു സാധന, സാധനകളിൽ വെച്ച് മുഖ്യമായ സാധന. ആ രീതിയിലൂടെ പറയുകയാണ്. അവിധേയപ്രധാന ഓങ്കാര, ഓങ്കാരം നേരത്തെ
വിശദീകരിച്ചു. ഓമിത്യക്ഷരമിതം സർവം എന്ന് വ്യാഖ്യാനിച്ചു. എന്തിന്? അഭിധേയ പ്രധാനമായിട്ട് ഓങ്കാരത്തിന്റെ അഭിധേയം, ഓങ്കാരത്തിന്റെ അർത്ഥമായിരിക്കുന്ന ആത്മാവ് എങ്ങനെ ചതുഷ്പാ ആത്മാവ് എന്നെല്ലാം മുമ്പ് വ്യാഖ്യാനിച്ചു എന്നാണ്. അങ്ങനെ ഓങ്കാരത്തെ മുമ്പ് വ്യാഖ്യാനിച്ചു, തത്വബോധത്തിന് വേണ്ടി വ്യാഖ്യാനിച്ചു. ആ വ്യാഖ്യാനിച്ച കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടി. ഇവിടെ രണ്ട് കാര്യമല്ല പറയുന്നത്. തത്വബോധത്തിന് വേണ്ടി പറഞ്ഞത് കൊണ്ട് തത്വബോധം ഉണ്ടായില്ലെങ്കിൽ, തത്വമുള്ളിൽ പ്രകാശിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീണ്ടും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. അതാണ് ചതുഷ്പാദാത്മാ എന്ന് ആത്മതത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓങ്കാരത്തെ ഇതുവരെ വ്യാഖ്യാനിച്ചു. സ്വയം ആത്മാ. അത് നമുക്ക് ബോധ്യപ്പെട്ടോ? ബോധ്യപ്പെട്ടില്ലെങ്കിൽ വീണ്ടും പറയണം ആത്മാവ്. എന്താണ് സ്വയം ആത്മാ? അധ്യക്ഷരം. ആത്മാവ് അധ്യക്ഷരമാണ്. അധ്യക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരം അധികൃത്യ അഭിധായ അഭിധാന പ്രാധാന്യേന വർണ്യമാനോ. ഇവിടെ അക്ഷരത്തെ അടിസ്ഥാനമാക്കി, അക്ഷരം എന്താണ്? ഓങ്കാരം ആണ്. മന്ത്രത്തിൽ പറഞ്ഞ് അധ്യക്ഷരം ഓങ്കാര. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അടുത്ത് വർണ്ണിക്കുന്നു. എന്നുവെച്ചാൽ ആ ഓങ്കാരം എന്ന് പറയുന്ന അക്ഷരത്തെ അവലംബിച്ചുകൊണ്ട് ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി നേരത്തെ പ്രാധാന്യം കൊടുത്ത് എന്തിനാണ്? ആത്മതത്വത്തിനാണ്. തത്വബോധത്തെ സ്ഫുരിപ്പിക്കുന്നതിനാണ് അവിടെ തത്വത്തെ വർണ്ണിച്ചത്. ഇവിടെ അങ്ങനെയല്ല, ആ ശബ്ദത്തിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു. ഇവിടെ പ്രാധാന്യം ഓമിനാണ്. എങ്ങനെ? ഓമിന് 4 മാത്രകളുണ്ട്, അതുപോലെ ആത്മാവിനും 4 പാദങ്ങളുണ്ട്. ഈ തരത്തിൽ പറയുന്നു. അവിടെ ഇങ്ങനെ തന്നെ പറഞ്ഞു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തത്വത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് ജ്ഞാനത്തിന് വേണ്ടി പറയുന്നു, തുര്യാധിഗമത്തിന് വേണ്ടി പറയുന്നു. ഓം ശബ്ദത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നു, ശ്രവിച്ച തത്വത്തെ ധ്യാനിക്കാൻ വേണ്ടി പറയുന്നു, ആ തത്വത്തെ ഭാവന ചെയ്യാൻ വേണ്ടി പറയുന്നു. ആ തുര്യാധിഗമത്തിന് അസമർത്ഥനായവന്. പക്ഷെ ഇവിടെ തന്നെ മുമ്പ് പറഞ്ഞു എന്താണ്? ഉത്തമനായ അധികാരി, അത്രയും ഏകാഗ്രത മനസ്സിനുള്ളവന്, അല്ലെങ്കിൽ മനസ്സിന് അത്രയും സ്വച്ഛതയുള്ളവന്, മനസ്സ് അത്രയും സന്നദ്ധമായവന് ശ്രവണത്തിൽ നിന്ന് തന്നെ തത്വം സ്ഫരിക്കുന്നു. ദൈവികമായ ഗുണമുള്ളവന് എന്നത്, ദൈവീ സമ്പത്തുള്ളവൻ അത് സ്ഫരിക്കും. ആ ശേഷി ചിത്തത്തിനില്ല എന്നുണ്ടെങ്കിൽ മറ്റു പല ഗുണങ്ങളും ആവശ്യമുള്ളതാണ് ഉപാസന. നേരത്തെ പറഞ്ഞല്ലോ, തത്വജ്ഞാനം ഒന്നിനെ അപേക്ഷിക്കുന്നു, അത് സ്വയം പ്രകാശിക്കുന്നു. ഉപാസന അങ്ങനെയല്ല. ഇവിടെ പറയും എന്താണ്? അധമാധികാരിക്ക് വേണ്ടിയാണ് ഉപാസന എന്ന് പറയും. അത് നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിലല്ല. ഉപാസകൻ എന്ത് വേണം? മനസ്സിന് ഏകാഗ്രത വേണം. കാരണം അവന് ഭാവന ചെയ്യണം, ചിന്തിക്കണം. ഏകാഗ്രതയില്ലാതെ സാധ്യമല്ല ഉപാസന. ചിത്തം വിക്ഷിപ്തമാണെങ്കിൽ മനസ്സിനെ നിലയ്ക്ക് നിർത്താൻ ഒക്കത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ അവന് ധ്യാനിക്കാൻ പറ്റും? അതുകൊണ്ട് അധമനെന്ന് പറയുന്നെങ്കിൽ നമ്മൾ ലൗകികമായ ഭാഷയിൽ പറയുന്ന രീതിയിലല്ല. ഉപാസകൻ ഏകാഗ്രത പോലെയുള്ള ഗുണങ്ങൾ, രാഗദ്വേഷാദി മനസ്സിന്റെ മാലിന്യങ്ങൾ കുറഞ്ഞവൻ ഒക്കെ ആയിരിക്കും. പിന്നെ അങ്ങനെ ഏകാഗ്രതയൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേവലമായ ശ്രവണം, സ്മരണം എല്ലാം. കേവലമായ ശ്രവണം എന്ന് പറഞ്ഞാൽ ഓങ്കാരത്തെ ശ്രവിക്കുന്നു, അവനതിന്റെ അർത്ഥം ചിന്തിക്കാനൊന്നും കഴിയില്ല, അതിനുള്ള ഏകാഗ്രത മനസ്സിലില്ല, മനസ്സാന്നിധ്യമില്ല എന്ന് പറയാം. അവന് ശ്രവിച്ചാൽ മതി, ഉച്ചരിച്ചാൽ മതി, അർത്ഥമൊന്നും ചിന്തിക്കണ്ട. സാധാരണ പറയാറുണ്ടല്ലോ, നിങ്ങൾ വേദം അല്ലെങ്കിൽ മന്ത്രങ്ങൾ, പ്രാർത്ഥനകൾ വെറുതെ നിങ്ങൾ ചൊല്ലിയാൽ മതി. വെറുതെ അത് ചൊല്ലിയാൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ട്?
കാരണം അവന് മനസാന്നിധ്യമില്ല. അതിന്റെ അർത്ഥത്തെ ഭാവന ചെയ്ത് തത്വത്തിൽ മനസ്സിനെ ഉറപ്പിക്കുന്നതിനുള്ള ശേഷി മനസ്സിലില്ല. ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം വെറുതെ ചൊല്ലിയാൽ മതി, അർത്ഥമൊന്നും ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഉപാസനയിൽ അങ്ങനെയുള്ളവരെ എന്ത് പറയുന്നു? അധമാധികാരികളെന്ന് പറയും. ഉപാസനയിലെ അധമാധികാരികളെന്ന് പറയുന്നതാണ്. അവർക്ക് അതിന്റെ ആവശ്യമേ ഉള്ളൂ. കാലം പിടിക്കും, എന്നാലും ഫലമുണ്ടാവും. അർത്ഥചിന്ത ഒന്നും കൂടാതെ ഉച്ചരിക്കുക, പ്രണവത്തെ ദീർഘമായി ഉച്ചരിക്കുക, ശബ്ദം മാത്രം മതി, ശബ്ദത്തിൽ മനസ്സുറച്ചാൽ മതി. പ്രണവത്തെ ദീർഘമായി ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഉച്ചരിക്കുന്നവൻ തന്നെ ആ ശബ്ദത്തെ ശ്രവിക്കുന്നു. പ്രണവത്തെ മനസ്സിൽ സ്മരിച്ചാലോ ദീർഘമായിട്ട്, അവനുള്ളിൽ ആ ശബ്ദത്തെ സ്മരിക്കുന്നു. ശ്രവിച്ചാലോ ആ ശബ്ദത്തെ മനസ്സുകൊണ്ട് അനുസന്ധാനം ചെയ്യുന്നു. ഏത് രീതിയിലായാലും ശരി, അവിടെ അർത്ഥചിന്തന വേണമെന്നില്ല. അത് ഉപാസനയുടെ തുടക്കമാണ്. അങ്ങനെയും ആകാം. ഇപ്പോൾ ഗുരു ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നു, ശിഷ്യനോടത് ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. അവൻ കേവല ശ്രദ്ധ കൊണ്ട് ഗുരു പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചൊല്ലുന്നു. അത് സഫലമാണ്. ആ ഒരു വിശ്വാസം കൊണ്ട്, ശ്രദ്ധ എന്ന് പറയും, ആ ശ്രദ്ധ കൊണ്ട് മാത്രം ആ മന്ത്രത്തെ ആവർത്തിക്കുന്നു, അനുഷ്ഠിക്കുന്നു. അത് ഫലമുണ്ടാകും. അതിന് ശ്രദ്ധാജാഢ്യം എന്ന് പറയും. അത് മതി, അതും ഫലപ്രദമാകും. അതും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? അതിന്റെ കൂടുതൽ അർത്ഥത്തെ ചിന്തിക്കുന്നതിനോ ഒന്നുമുള്ള ക്ഷമത മനസ്സിലില്ലാതെ വരുമ്പോൾ അതാണ് പറയുന്നത്. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ പറയുന്ന കാര്യങ്ങളൊന്നും സാധ്യമല്ല. ഇവിടെ പറയുന്ന അർത്ഥചിന്തനും മറ്റും അസാധ്യമാണ്. അവർ കേവലം ഓം ഉച്ചരിച്ചാൽ മാത്രം മതി. അതിൽ ശ്രദ്ധ വേണം. ആ ശ്രദ്ധയുണ്ടെങ്കിൽ അത് ഫലത്തെ കൊടുക്കും. അതെങ്ങനെ? ശബ്ദത്തിന്റെ ശക്തി അതാണ്. ശബ്ദത്തിന് അങ്ങനെ ഒരു ശക്തിയുണ്ട്. പറഞ്ഞല്ലോ, ശബ്ദം വാച്യമായ അർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു, ഇത് ലക്ഷ്യമായ അർത്ഥത്തെയും പ്രകാശിപ്പിക്കുന്നു. രണ്ടിനും അതിന് ശേഷിയുണ്ട്. അർത്ഥചിന്തനം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ സ്വയം അറിഞ്ഞുകൊണ്ടാദ്യ ശബ്ദത്തിന്റെ വാച്യമായ അർത്ഥത്തെ ഗ്രഹിക്കുന്നു. ഗ്രഹിച്ചിട്ട് ആ വാച്യമായ അർത്ഥത്തെ വിട്ട് ശബ്ദം മനസ്സിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. അതാണ് ഉപാസനയിൽ സംഭവിക്കുന്നത്. മുഖ്യമായ ഉപാസന. അതിന്റെ ഫലം എന്ന് പറയുന്നത് പ്രത്യക്ഷ സിദ്ധമാണ്. മനസ്സിന്റെ ആ സാന്നിധ്യം അതുകൊണ്ട് അത് പ്രത്യക്ഷ സിദ്ധമായി തീരുന്നു. അല്ലാതെ കേവലം ശ്രദ്ധയെ മാത്രം അവലംബിച്ച് മന്ത്രത്തെ ഉരുവിട്ടാലോ അതവന്റെ യോഗ്യതയെ ആശ്രയിച്ച് കാലം പിടിച്ചെന്ന് വരും. അതുകൊണ്ടതിന് അധമമായ ഉപാസന എന്ന് പറയുന്നു. അർത്ഥചിന്തനത്തോടുകൂടിയുള്ള ഉപാസനയെ അത് ശീഘ്രം ഫലത്തെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അതിന് ഉത്തമമായ ഉപാസന എന്ന് പറയുന്നു. ആഗമികമായ ഉപാസനകൾ ഒട്ടുമിക്കതും അത് കേവലം ശബ്ദത്തെ മാത്രം ആശ്രയിച്ചുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്? ഐം ഹ്രീം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വിശേഷമായ ശക്തികളുണ്ട്, വിശിഷ്ടമായ മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങൾ പലതരത്തിൽ പ്രവർത്തിക്കുന്നു. അവിടെ ശബ്ദശക്തിയെ ആശ്രയിക്കുന്നു. അത് പലതരത്തിലുള്ള അനുഭവങ്ങളെ തരുന്നു. എന്നെല്ലാം വിശ്വസിച്ചുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്നു. അവർക്ക് ഫലവും ഉണ്ടാകും. അവിടെ നമ്മൾ അതിന്റെ അർത്ഥത്തെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇത് ഉത്തമനായ അധികാരിക്ക് വേണ്ടിയിട്ടാണ്. അർത്ഥത്തെ അവിടെ ചിന്തിക്കുന്നു, അതിൽ മനസ്സിനെ ഉറപ്പിക്കുന്നു. അതിന്റെ ഫലമായി എന്താണ്? മന്ത്രരഹിതമായ അമാത്രമായ അടുത്ത് പറയും ചതുർത്ഥൻ തുര്യൻ, ആ തുര്യന്റെ പ്രാപ്തി ഉണ്ടാകുന്നു എന്ന് പറയും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് ശബ്ദത്തിന്. ശബ്ദം എന്ന് പറഞ്ഞാൽ ഓങ്കാരം. ഓങ്കാരത്തെ തുടങ്ങാൻ പറയുകയാണ്.
ഓങ്കാരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നു. പറഞ്ഞമാണ് അധ്യക്ഷരം. ആത്മാവിനെ കുറിച്ച് പറയുകയാണ്. എന്താണ് അത്? അധ്യക്ഷരമാണ്. അക്ഷരത്തോട് അത് അഭിന്നമാണ് എന്നാണ് അധ്യക്ഷരം എന്ന് പറയുന്നത്. അക്ഷരം എന്ന് പറയുമ്പോൾ ഓങ്കാരം. ആ ഓങ്കാരത്തോട് അഭിന്നമായിരിക്കുന്നു ആത്മാവ്. അത് ശ്രുതി തന്നെ പറയുന്നു. പരമാത്മവാചകമായി ശ്രുതി തന്നെ വെളിപ്പെടുത്തിയ ശബ്ദമാണ് ഓം. ആത്മാവിനെ അനുസന്ധാനം ചെയ്ത ഋഷിമാർക്ക് വെളിപ്പെട്ട ശബ്ദമാണ് ഓം. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പല ഭാഗങ്ങളിലും പറയും എന്താണോ സൃഷ്ടിയുടെ തുടക്കം ശബ്ദാത്മകമാണ് എന്ന് പറയും. അത് ഓം എന്ന് പറയുന്ന ഈ വൈഖരിയുടെ ആരംഭമാണ്. വൈഖരി എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം, ഉച്ചരിക്കുന്ന ശബ്ദം, അതിന്റെ തുടക്കമാണ് ആ ശബ്ദം. അപ്പൊ ഓമിന്റെ ആരംഭം അവിടെ നിന്നാണെന്ന് പറയും. ഓമിന്റെ ആരംഭം ഈ സൃഷ്ടികർത്താവിൽ നിന്നാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയിൽ ആകാശം ശബ്ദ തന്മാത്ര എന്ന് പറയും. അതിൽ നിന്നാണ് പിന്നീട് സ്ഥൂലമായിട്ടുള്ള വായു, അഗ്നി, ജലം, ഭൂമി ഇതെല്ലാം ഉണ്ടായത്. ഓം സൂക്ഷ്മവും പ്രാഥമികവുമാണ്. അതുകൊണ്ട് ആ ഓം ആത്മാവിനോട് അഭിന്നമായിരിക്കുന്നു. നമുക്കറിയാം എന്താണ് ആത്മാവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏതാണ്? അത് ഈ ഓംകാരമാണ്. ഓം എന്ന് പറയുന്ന ശബ്ദത്തെയാണ്. ആ ശബ്ദത്തിനൊരു രൂപമേ ഉള്ളൂ. ഓം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് ശബ്ദമായിരിക്കില്ല, ലിപിയായിരിക്കും. ഓം എന്ന് പറയുന്നത് ലിപി എന്ന് പറയുമ്പോൾ അത് പല രൂപത്തിലാണ്. ശബ്ദത്തെയും ലിപിയെയും തിരിച്ചറിയുന്നു. പലരുടെയും മനസ്സിൽ ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരച്ചു വച്ചിരിക്കുന്ന പടമാണ് മനസ്സിൽ വരുന്നത്. അത് സംസ്കൃതത്തിൽ അത് ഒരു തരത്തിൽ എഴുതുമെങ്കിൽ മലയാളത്തിൽ വേറെ തരത്തിലാണ് എഴുതുന്നത്. മലയാളത്തിൽ ഓം എഴുതും പോലെയല്ല സംസ്കൃതത്തിൽ എഴുതുന്നത്, അതുപോലെയല്ല തമിഴിൽ എഴുതുന്നത്. ഓം ഇംഗ്ലീഷിലും എഴുതാം. അതെല്ലാം എന്താണോ പ്രതീകങ്ങളാണ്, ലിപികളാണ്. അതല്ല ഇവിടെ ഓം എന്ന് പറയുന്നു. ഓം എന്ന് പറയുന്നത് നമ്മൾ ഉച്ചരിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന ശബ്ദമാണ്. അതുപോലും പലർക്കും തിരിച്ചറിയത്തില്ല. ഓമെന്ന് എഴുതിയിട്ട് ചിലർ ധ്യാനിക്കും. ഓമെന്ന് പല സ്ഥലങ്ങളിലും എഴുതി വയ്ക്കാറുണ്ട്. എന്നിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഓം എന്ന് പറയുന്ന ആ സംസ്കൃതത്തിലെ ആ വളവും അതിനെയാണ് ധ്യാനിക്കുന്നത്, വളഞ്ഞിരിക്കുന്ന ആ സാധനത്തെ. അതല്ല ഓം. അവിടെ ഓമെന്ന് എഴുതി വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടി? ആ പ്രതീകത്തെ കാണുമ്പോൾ ഉള്ളിൽ ഓമെന്ന് സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വളഞ്ഞ് തിരിഞ്ഞിരിക്കുന്ന ആ രേഖയെ ധ്യാനിക്കാൻ വേണ്ടിയിട്ടില്ല. അതാണ് ഓം എന്ന് പറഞ്ഞ് ധ്യാനിക്കുന്നവരും. അത് കേവലം ശബ്ദസ്മാരകമാണ്. ശബ്ദത്തിന്റെ സ്മരണയെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ആ ലിപി അറിയാത്തവന്റെ മുമ്പിൽ അത് വരച്ചു വെച്ചു കഴിഞ്ഞാൽ അവരൊന്നും തോന്നത്തുമില്ല. ഓം എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് ആഫ്രിക്കയിലെ ആദിവാസിയുടെ മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്താൽ അവനെന്ത് മനസ്സിലാവും? അവനൊന്നും തോന്നത്തില്ല. പക്ഷേ ഓം എന്നുള്ള ശബ്ദം ഉച്ചരിച്ചാലോ അതവന് പിടികിട്ടും. അതിന് ഭാഷയുടെ ആവശ്യമില്ല. ഏത് ഭാഷക്കാരന്റെ മുമ്പിലും ഓമെന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിലും ഓമെന്ന് പ്രതിധ്വനിക്കും. ആ ശബ്ദത്തിനാണ് പ്രാധാന്യം, അല്ലാതെ ലിപിക്കല്ല. അതുകൊണ്ട് ഓം എന്ന് പറയുന്ന ഒരു തരത്തിലേ ഉള്ളൂ. ലിപികൾ പല തരത്തിലുണ്ട്. ലിപി ശബ്ദത്തെ സ്മരിക്കാൻ വേണ്ടി മാത്രമാണ്. അത് ലിപിയല്ല ധ്യാനിക്കേണ്ടത്. അത് മനസ്സിൽ വരികയും ചെയ്യരുത്. അതിലൂടെ ശബ്ദം വരണം. ആ ശബ്ദത്തോടാണിത് അഭിന്നമായ. ആ ശബ്ദം അധ്യക്ഷരമാണ്. അത് ആത്മാവിനോട് അഭിന്നമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടു തരത്തിലും പറയാം. അത് അഭേദമായിരിക്കുന്നു, താതാത്മ്യ രൂപത്തിലിരിക്കുന്നു.
അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ആ ഓം തന്നെയാണ് ബ്രഹ്മം എന്ന് പറയും. തിരിച്ചും പറയും ആ ബ്രഹ്മം തന്നെയാണ് ഓം. അദ്വൈത മതമനുസരിച്ച് എങ്ങനെയാണ്, ഒന്നിൽ കൽപ്പിച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഭിന്നമല്ല. ശബ്ദസ്പർശരൂപാദി ഈ പ്രപഞ്ചം മുഴുവൻ എന്താണ്, ആത്മാവിൽ ആരോപിച്ചിരിക്കുന്നതാണ്, അതിൽ നിലനിൽക്കുന്നതാണ്. അതൊന്നും ആ പരമാത്മ തത്വത്തിൽ നിന്ന് ഭിന്നമല്ല. രണ്ടും ഒന്നായിരിക്കുന്നു. രണ്ടും ഒന്നായിരിക്കുകയാണെങ്കിൽ ഒന്നിനെ മറ്റൊന്നായി പറയാം. ഓങ്കാരം തന്നെയാണ് ആത്മാവ്, ആത്മാവ് തന്നെയാണ് ഓങ്കാരം. രണ്ടു തരത്തിൽ പറഞ്ഞാലും ശരിയാണ്. അതിൽ കൽപ്പിച്ചിരിക്കുന്നു, അതിൽ ആരോപിച്ചിരിക്കുന്നു എന്നുള്ളതിനെല്ലാം ഉപരിയായി ക്രമസൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്നു. ക്രമസൃഷ്ടിയെന്നോ അധ്യാരോപ ദൃഷ്ടിയെന്നോ ഒക്കെ പറയുന്ന അതൊക്കെ സാമ്പ്രദായികമായ സാങ്കേതികമായ കാര്യങ്ങളാണ്. അങ്ങനെയെല്ലാം പറയുന്നിടത്ത് മറ്റുള്ള എല്ലാത്തിനെയും അപേക്ഷിച്ച്, സ്ഥൂലമായ പ്രപഞ്ചത്തെയൊക്കെ അപേക്ഷിച്ച് ഓങ്കാരത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം എന്തുകൊണ്ട്, അതാണ് ഈ സൃഷ്ടിയുടെ തുടക്കം. ശബ്ദാത്മകമായിട്ടാണത് ആരംഭിക്കുന്നത്. അത് നമ്മൾ മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, അത് അധ്യക്ഷരമാണ്. എന്താണ് അധ്യക്ഷരം? ഓങ്കാരം. കിം പുനസ്തദക്ഷരം ഇത്യാഹ. ഏതാണ് ഇവിടുത്തെ അക്ഷരം? അകാര, ഈകാര, ഉകാരങ്ങളെല്ലാം അക്ഷരങ്ങളാണ്. ഇവിടുത്തെ അക്ഷരം ഏതാണ്? ഓങ്കാര. അതാണ് ശ്രുതി പറഞ്ഞത്, സ്വയം ആത്മാ, ഈ ആത്മാ അധ്യക്ഷരം, അക്ഷരത്തോട് അഭിന്നമായിരിക്കുന്നതാണ്. അത് അക്ഷരം തന്നെയാണ്. ഏതക്ഷരം? ഓങ്കാര. സ്വയം ഓങ്കാര. ആ ഓങ്കാരം എന്താണ്? പാദശഃ പ്രവിഭജ്യമാനോ അതിമാത്രം, മാത്രം അധികൃത്യ വർത്തതേ ഇതി അതിമാത്രം. ഈ ഓങ്കാരം അതിനെ പാദങ്ങളായി വിഭജിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് അതിമാത്രമാണ്. എന്നുവെച്ചാൽ അതതിന്റെ ആ മാത്രകളോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു, മാത്രകളോട് ചേർന്ന് ഒന്നായിരിക്കുന്നു. മാത്രകളെന്ന് പറയുമ്പോൾ അതിന്റെ അംശങ്ങൾ, അതിന്റെ ഭാഗങ്ങൾ, ഓങ്കാരത്തിന്റെ ഭാഗങ്ങൾ. പാദശഃ പ്രവിഭജ്യമാന, പാദങ്ങളായി, അതിന്റെ അംശങ്ങളായി അതിനെ വിഭജിച്ചു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും? അതിമാത്രം എന്ന് പറയും. അതിന്റെ വ്യാകരണ നിയമം അനുസരിച്ചുള്ള അർത്ഥം പറയുകയാണ്, മാത്രാം അധികൃത്യ വർത്തതേ ഇതി അതിമാത്രം. മാത്രകളെ അധികരിച്ച് വർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്രകളോട് താതാത്മ്യപ്പെട്ട് നിൽക്കുന്നു എന്നർത്ഥം. എന്നുവെച്ചാൽ മാത്രകളെ ഓങ്കാരത്തിൽ നിന്ന് നമുക്ക് വേർതിരിച്ചങ്ങ് മാറ്റാൻ പറ്റത്തില്ല. ആ മാത്രകൾ കൂടിച്ചേരുന്നതാണ് ആ ഓങ്കാരം. ഏതാണ് ആ മാത്രകൾ? കഥം ആത്മനോയെ പാദാഹ തേ ഓങ്കാരസ്യ മാത്രാഹ. അതെങ്ങനെയാണ് കഥം ചോദിക്കുന്നത്? ആത്മനോയെ പാദാഹ തേ ഓങ്കാരസ്യ മാത്രാഹ. അതാണ് ആത്മാവിന്റെ പാദങ്ങൾ, അത് തന്നെയാണ് ഓങ്കാരത്തിന്റെ മാത്രകൾ. ആത്മാവും ഓങ്കാരവുമായിട്ട് അത്രമാത്രം താതാത്മ്യമാണ്. ആത്മാവിന്റെ പാദങ്ങൾ ഓങ്കാരത്തിന്റെ മാത്രകളാണ്. കാഹത്താഹ ഏതൊക്കെയാണവ? അകാര, ഉകാരവും മകാര ഇതി. അവിടെ രണ്ടും പറയുന്നുണ്ട്. പാദ മാത്ര, മാത്രാശ്ച പാദ. രണ്ടു തരത്തിലും പറയാം. ആത്മാവിന്റെ പാദങ്ങളാണ് ഓങ്കാരത്തിന്റെ മാത്രകൾ. തിരിച്ചും പറയാം, ഓങ്കാരത്തിന്റെ മാത്രകളാണ് ആത്മാവിന്റെ പാദങ്ങൾ. അതാണ് ഇവിടെ രണ്ടു തരത്തിൽ പറഞ്ഞത് മന്ത്രത്തിൽ. പാദ മാത്ര, മാത്രാശ്ച പാദ. ആത്മാവിന്റെ പാദങ്ങൾ വിശ്വൻ, തേജസ്സൻ, പ്രാജ്ഞൻ, അവസാനം തുര്യൻ. അത് തന്നെയാണ് ഓങ്കാരത്തിന്റെ മാത്രകൾ. അകാര, ഉകാര, മകാരങ്ങൾ, അവസാനം അമാത്ര, മാത്രരഹിതമായ അവസ്ഥ. അപ്പൊ ആ പാദങ്ങൾക്ക്, വിശ്വ തേജസ്സ പ്രാജ്ഞങ്ങൾക്ക് മാത്രകളാകുന്ന അകാര, ഉകാര, മകാരങ്ങളോട് അഭേദം ആണ് ഇവിടെ പറയുന്നത്. അത് താതാത്മ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഓങ്കാരവും ആത്മാവുമായിട്ടുള്ള ബന്ധത്തെ പറയുകയാണ്.
എന്ന് പറയുമ്പോൾ ഓങ്കാരം ആത്മാവ് തന്നെയാണ്. ഓങ്കാരത്തിലൂടെ ആത്മാവിനെ ചിന്തിക്കണം. ഓങ്കാരത്തിലൂടെ ആത്മാഭാവന ചെയ്യണം എന്നാണ് പറയുന്നതിന്റെ താല്പര്യം. ആത്മനോ ഈ പാദാഹ, ആത്മാവിന്റെ പാദങ്ങൾ വിശ്വതേജസ് പ്രാജ്ഞന്മാര് അവ ഓങ്കാരസ്യ മാത്രാഹ, ഓങ്കാരത്തിന്റെ മാത്രകളാണ്. അകാര ഉകാരം അകാരങ്ങളാണ്. അകാര ഉകാരവും അകാര ഇതി, അതാണ് അകാര ഉകാരം അകാരങ്ങൾ. ഇതെന്തിനിങ്ങനെ പറയുന്നു? ഈ ഓങ്കാരത്തെ ആത്മാവുമായി അഭേദമായി ചിന്തിക്കാം. എന്തിനു വേണ്ടി? കാരണം ഓങ്കാരം നമുക്ക് ഉച്ചരിക്കാം, സ്മരിക്കാം, അതിനെല്ലാം വിഷയമാണ് ഓങ്കാരം. ആത്മാവ് അങ്ങനെയല്ല. ആത്മാവിനെ നമുക്ക് ഉച്ചരിക്കാൻ പറ്റുന്നില്ല, സ്മരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആത്മാവിനെ നമുക്ക് ഭാവന ചെയ്യാം, സങ്കല്പിക്കാം. എങ്ങനെ? ഓങ്കാരവുമായി ബന്ധപ്പെടുത്തി. ജാഗ്രതത്തിൽ ഉണർന്നിരിക്കുന്ന ഈ വിശ്വൻ നമ്മുടെ അനുഭവമാണ്. ആത്മാവിന്റെ വാസ്തവരൂപം അല്ലെങ്കിലും ആത്മാവിന്റെ സ്ഫുരണം തന്നെയാണ്, പരമാർത്ഥമല്ലാത്ത സ്ഫുരണം തന്നെയാണ്. ആ വിശ്വൻ, അത് ഈ ഓങ്കാരത്തിന്റെ അകാരം, അതാ വിശ്വൻ തന്നെയാണ്. ഓങ്കാരത്തിന്റെ ഉകാരം സ്വപ്നത്തിലെ തൈജസൻ തന്നെയാണ്. ഓങ്കാരത്തിന്റെ മകാരം സുഷുപ്തിയിലെ പ്രാജ്ഞൻ തന്നെയാണ് എന്ന് ചിന്തിക്കണം. ആ ചിന്തിക്കേണ്ട കർമ്മങ്ങളാണ് തുടർന്ന് അടുത്ത് പറയുന്നത്. സ്വയമാത്മാ അധ്യക്ഷരം ഓങ്കാരോ അധിമാത്രം പാദമാത്ര മാത്രാശ്ച പാദ അകാര ഉകാരോ മകാരൈരി ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാരഃ പ്രഥമാമാത്ര ആപ്തേ ആദിമത്വാത് വാ ആപ്നോതി വൈ സർവാൻ കാമാൻ ആദിശ്ച ഭവതി ഏവം വേദ. ഈ ഭാവനയ്ക്ക് വേണ്ടി തത്ര വിശേഷ നിയമക്രിയ, ചിന്തയ്ക്കൊരു അടുക്കും ക്രമവും എല്ലാം വേണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഈ വിശേഷ നിയമം ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. എവിടെ മുതൽ തുടങ്ങണം, എങ്ങനെ മുമ്പോട്ട് പോകണം, എവിടെ അവസാനിക്കണം, അതാണ് അതിന്റെ വിശേഷ നിയമം എന്ന് പറയുന്നത്. അതിവിടെ പറയുന്നു. ഇവിടെ നമ്മുടെ ചിന്തകളെല്ലാം എവിടെ നടക്കുന്നു? ജാഗ്രത. എല്ലാത്തിനും ആദ്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സുഷുപ്തിയാണ്. അവിടെ നിന്ന് ജാഗ്രത സ്വപ്നമെല്ലാം ഉണ്ടാകുന്നു എന്നാണ്. പക്ഷേ നമ്മുടെ അനുഭവത്തിൽ നമ്മളെല്ലാം തുടങ്ങുന്നത് ജാഗ്രതയിൽ നിന്നാണ്. നമ്മളെല്ലാം അവസാനിപ്പിക്കുന്നത് ഈ ജാഗ്രതയിൽ തന്നെ. അതുകൊണ്ട് ഇവിടെ ജാഗ്രതനാണ് പ്രാധാന്യം, ഓങ്കാര ചിന്തനയ്ക്ക്. അതുകൊണ്ട് അവിടെ തുടങ്ങി പറയുകയാണ് ജാഗ്രത സ്ഥാനോ യസ ഓങ്കാരസ്യ അകാരഃ പ്രഥമാം മാത്ര. ഈ ഓങ്കാരത്തിന്റെ അകാരം, ആ പ്രഥമ മാത്ര, അതെന്താണ്? അത് ആ ജാഗ്രത, അതിനോട് സാദൃശ്യമുള്ളതാണ്. എന്നുവെച്ചാൽ ജാഗ്രതയിലെ വിശ്വനോട് സാദൃശ്യമുള്ളതാണ്. ഇവിടെ പറയുന്നത് വിശ്വനും അകാരവും ഒന്ന് തന്നെ എന്നാണ്. രണ്ടു വസ്തുക്കൾ ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ രണ്ടു വസ്തുക്കളും അഭേദമാണെന്നാണ്. അപ്പൊ രണ്ടിനെ അഭേദമായി പറയണമെങ്കിൽ എന്ത് വേണം? രണ്ടിലും പ്രബലമായ സാദൃശ്യം ഉണ്ടെങ്കിലേ അങ്ങനെ പറയാൻ പറ്റും. അല്ലെങ്കിൽ രണ്ടിനെ എങ്ങനെ ഒന്നെന്ന് പറയാൻ പറ്റും? അത് ഒന്നല്ലാത്തതുകൊണ്ട് ആണല്ലോ അത് രണ്ടായിട്ടിരിക്കുന്നത്. സിംഹോ മാണവക എന്ന് പറയുന്നു. മാണവകൻ ബ്രഹ്മചാരി സിംഹമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറയുന്നു? അവിടെ ചില ഗുണങ്ങൾ കാണുന്നു. മാംസം തിന്നുന്നതല്ല, വേറെ ചില ഗുണങ്ങൾ, ശൗര്യ, വീര്യ, പരാക്രമ, തേജസ് തുടങ്ങിയ ഗുണങ്ങൾ കാണുന്നു. ആ ഗുണങ്ങൾ കാണുന്നതുകൊണ്ടാണ് പറയുന്നത് സിംഹോ മാണവക എന്ന് പറയുന്നത്. എന്ന് വിചാരിച്ച് രണ്ടും ഒന്നാകുന്നില്ല. രണ്ടും രണ്ട് ജീവികൾ തന്നെയാണ്. എന്നാലും രണ്ടിനെ ഒന്നൊന്ന് പറയാൻ സാദൃശ്യമുള്ളത്.
അപ്പോൾ ഭിന്നങ്ങളായിരിക്കുന്ന രണ്ട് വസ്തുക്കളെ ഒന്നെന്ന് പറയണമെങ്കിൽ രണ്ട് വസ്തുക്കൾക്കും പ്രബലമായ സാദൃശ്യം വേണം. ഇവിടെ ആ സാദൃശ്യം ഉള്ളതുകൊണ്ട് പറയുന്നത് എന്താണ്? അകാരം തന്നെയാണ് വിശ്വൻ എന്ന് പറയുന്നത്. വിശ്വൻ തന്നെയാണ് വൈശ്വാനരനായിരിക്കുന്നത്. അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വിശ്വനും വൈശ്വാനരനും ഒന്ന് തന്നെ. അതിലൂടെ വിശ്വനെന്നും പറയും, ചിലപ്പോൾ വൈശ്വാനരനെന്നും പറയും. രണ്ടും ഒന്നായതുകൊണ്ട്. അതുകൊണ്ട് അവർ പറയുന്നുണ്ട് ജാഗരിതസ്ഥാന വൈശ്വാനര അകാര എന്ന് പറയുന്നു. ജാഗരിതസ്ഥാനം ഉണർന്നിരിക്കുന്ന ആ വൈശ്വാനരൻ. വൈശ്വാനൻ എന്ന് പറയുന്നത് നമുക്ക് വിശ്വനെന്നും വൈശ്വാനനെന്നും മനസ്സിലാക്കാം. അത് തന്നെയാണ് ഓങ്കാരത്തിന്റെ അകാരം. ഓങ്കാരത്തിലെ അകാരത്തെക്കുറിച്ച് പറയുകയാണ്. ഓങ്കാരത്തിന്റെ പ്രത്യേകത എന്താണോ? ഓം എന്ന് നമ്മൾക്കത് ദീർഘമായോ പ്ലുതമായോ ഉച്ചരിക്കാം. രണ്ട് മാത്രയിൽ ഉച്ചരിക്കുകയാണെങ്കിൽ അത് ദീർഘമായി, രണ്ടിൽ കൂടുതൽ മാത്രയിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് പ്ലുതമായി. അങ്ങനെ ഉച്ചരിക്കുന്ന ഈ ഓം, അതിനോട് അവസാനം മകാരം കൂടെ ചേർത്തിരിക്കുന്നു. വ്യഞ്ജനാക്ഷരം, രണ്ട് സ്വരങ്ങളും ഒരു വ്യഞ്ജനവും കൂടെ ചേർന്നത്. അകാരവും ഉകാരവും കൂടിച്ചേർന്നു കഴിഞ്ഞാൽ സന്ധി എന്ന് പറയുന്നത്, വ്യാകരണ നിയമം അനുസരിച്ച് സന്ധി എന്ന് പറയുന്നു. കൂടിച്ചേർന്നാൽ ആയും ഊയും കൂടി ചേർന്നാൽ ഓ ആകും. ആയും ഈയും കൂടി ചേർന്നാൽ എ ആകും. അപ്പൊ ആ ഊ കൂടി ചേർന്നിട്ട് ഓ ആയി. കൂടിച്ചേർന്ന് കഴിയുമ്പോൾ അതിന്റെ അകാരവും ഉകാരവും പോകും, പിന്നെ ഓ മാത്രമേ ഉള്ളൂ. അതിനോട് അവസാനം മകാരം കൂടെ ചേർന്നപ്പോൾ ഓം എന്ന് ദീർഘത്തിൽ ഒരു അക്ഷരമായി, ഏകവർണ്ണമായി തീർന്നു. വ്യഞ്ജനത്തെ പ്രത്യേക വർണ്ണമായിട്ട് ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അതിനെ കൂടെ ചേർത്ത് അതിനർത്ഥം മാത്രമേ ഉള്ളൂ. ഉച്ചരിക്കാൻ വേണ്ടി നമ്മൾ മിനിമം എടുക്കുന്ന സമയത്താണ് ഒരു മാത്ര എന്ന് പറയുന്നത്. ഒരു വർണ്ണത്തെ ഉച്ചരിക്കാൻ വേണ്ടി വരുന്ന ഏറ്റവും കുറഞ്ഞ സമയം, അതിനെ മാത്ര എന്ന് പറയും. ആ എന്ന് ഉച്ചരിക്കുന്നതിന് വരുന്ന ഏറ്റവും കുറഞ്ഞ സമയം, അതിന്റെ പൂർണ്ണമായ ഉച്ചാരണത്തിന് വേണ്ടി വരുന്ന കുറഞ്ഞ സമയമാണ് മാത്ര എന്ന് പറയുന്നത്. അത് ആ എന്ന് ഉച്ചരിക്കുന്നതിന് ഉള്ള ആ സമയത്ത് ഒരു മാത്ര എന്ന് പറയും. ആ എന്ന് ഉച്ചരിക്കുന്നതിന് രണ്ട് മാത്ര. ഒന്നുകൂടി നീട്ടി ആ എന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാത്രമായി. അതാണ് ഹ്രസ്വം, ദീർഘം, പ്ലുതം എന്ന് പറയുന്നത്. ഒരു മാത്ര ഹ്രസ്വം, രണ്ട് മാത്ര ദീർഘം, രണ്ടിൽ കൂടുതൽ മാത്രം വന്നു കഴിഞ്ഞാൽ പ്ലുതം. ഇപ്പൊ രണ്ട് ഹ്രസ്വം, അകാരം ഉകാരം, രണ്ടും കൂടെ ചേർന്ന് ഒന്നായി, ഒന്നായി, ഒരു ദീർഘമാത്രയെ. അതിനു വീണ്ടും പിരിച്ചെടുക്കുകയാണ്. പൂർവ്വസ്ഥിതിയിലാകുമ്പോൾ എന്ത് വരുന്നു? അകാരം എന്ന് പറയുന്നത് ഒരു മാത്ര, ഉകാരം എന്ന് പറയുന്നു മറ്റൊരു മാത്ര. അടുത്തു വരുന്നത് എന്താണ്? കേവല വ്യഞ്ജനമാണ്. സ്വരം രണ്ടും തിരിഞ്ഞു, ആ ഓ. കേവല വ്യഞ്ജനത്തിലെ അർദ്ധമാത്രയായിട്ട് കണക്കാക്കുന്നു. എന്നുവെച്ചാൽ സ്വരം കൂടാതെ ഉച്ചരിക്കാൻ വയ്യ, എന്നാൽ ഒരു ശബ്ദം അവിടെ പുറപ്പെടുവിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ അർദ്ധമാത്ര എന്ന് പറയും, അല്ലെങ്കിൽ രണ്ടര മാത്ര എന്ന് പറയും. അതാണ് ഓം. പക്ഷെ ഉച്ചരിക്കുമ്പോൾ നമ്മളതിനെ പിരിച്ചുച്ചരിക്കേണ്ട കാര്യമില്ല. ഓം ഉച്ചരിക്കുമ്പോൾ അകാരം ഉകാരം അകാരം. മാണ്ഡൂക്യം പഠിച്ചു. മാണ്ഡൂക്യത്തിൽ മനസ്സിലായി എന്താണ് ഓം എന്ന് പറഞ്ഞാൽ അകാരം ഉകാരം അകാരങ്ങളാണ്. നമ്മുടെ ആ പാണ്ഡിത്യത്തെ പ്രകടിപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഓം ഉച്ചരിക്കേണ്ടി വരുന്ന സമയത്ത് ആ ഓം ആട് കരയും പോലെ കരയും. അങ്ങനെ ചിലർ ഉച്ചരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മോശമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വെറുതെ എന്തിനാ ഒരു ശത്രുവിനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഉച്ചാരണത്തിന് വേണ്ടിയല്ല അത് പറയുന്നത്. അതിന്റെ അകാര ഉകാരം അകാരങ്ങളെ വ്യക്തമാക്കിയല്ല ഓങ്കാരം ഉച്ചരിക്കേണ്ടത്. എന്നാൽ അത് ഓങ്കാരം ആകത്തില്ല. കാരണം ഇവിടെ സന്ധി വന്ന് ഒന്നായിപ്പോയി, ചേർന്ന് ഒന്നായി. ഒന്നാകുമ്പോൾ ഇവിടെ ഒരു സ്വരമേ ഉള്ളൂ, ഓ എന്ന് പറയുന്ന ഒരു സ്വരമേ ഉള്ളൂ. അതിനെ പിന്നെ പിരിച്ചുച്ചരിക്കരുത്. ആയിൽ തുടങ്ങി ഊയിലൂടെ പോയി അവസാനം മകാരത്തിൽ കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള വളഞ്ഞു പൊളഞ്ഞുള്ള ഒരു ഉച്ചാരണം കേട്ടിട്ടുണ്ട്.
അത് കേൾവിക്കാരെ ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ മാണ്ഡൂക്യം വായിച്ചിട്ടുണ്ട്, അതിനകത്ത് ഇത് ഇങ്ങനെയൊക്കെയാണ്. ഈ ഓം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു അകാരവും ഉകാരവും മകാരവും ഉണ്ട്. ഇതൊന്നും ആൾക്കാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അത് പരമാബദ്ധമാണ്. ഓങ്കാരം അങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല. ഞാൻ നേരിട്ട് കേട്ടതാണ് ഒരാളങ്ങനെ ഉച്ചരിക്കുന്നത്. ഒരു വലിയ പ്രസിദ്ധനായ ഒരു ഉപാസകനും മറ്റുമൊക്കെയാണ്. ആള് ജീവിച്ചിരിപ്പില്ല ഇപ്പോൾ, അതുകൊണ്ട് പേരും പറയുന്നില്ല. അപ്പോ അത് അങ്ങനെ ഉച്ചരിച്ചു മാത്രം ഉച്ചരിച്ചു എന്നുള്ള പോട്ടെ, ഉച്ചരിച്ചിട്ട് അഭിപ്രായം ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. താനെന്തോ ഒരു വലിയ കാര്യം ചെയ്തു എന്നുള്ള മട്ടിലാണ്. വളരെ നന്നായിരിക്കുന്നു എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. അതുകൊണ്ട് അയാൾ എന്റെ ശത്രുവല്ല. അതുകൊണ്ട് അങ്ങനെ ഓങ്കാരം ഉച്ചരിക്കാൻ വേണ്ടിയല്ലേ ഇത് പറയുന്നത്. ഇത് ചിന്തിക്കാൻ വേണ്ടി, ഉപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണ്. ഉച്ചരിക്കുമ്പോൾ ഓം എന്നും നമ്മൾ സാധാരണ ഉച്ചരിക്കുന്ന പോലെ തന്നെ ഉച്ചരിക്കാം. അത് ഓങ്കാരത്തെ സംബന്ധിച്ച് എന്താണ്, എത്ര ദീർഘമായിട്ട് ഉച്ചരിക്കാം. എന്തുകൊണ്ട്? ഓങ്കാരത്തിൽ ദീർഘവും പ്ലുതവും രണ്ട് മാത്രകളും മതി ചേരുന്നതാണ്. അതിനെ പ്ലുതമായി ഉച്ചരിക്കാം. പ്ലുതമായി ഉച്ചരിക്കുമ്പോൾ എത്ര നീട്ടി വേണമെങ്കിലും ഉച്ചരിക്കും, അവനവന്റെ ശ്വാസത്തിന്റെ ബലമനുസരിച്ച്. നീട്ടി ഉച്ചരിക്കുന്നത് നല്ലതാണെന്നും പറയുന്നുണ്ട്. ഉച്ചാരണത്തെ തന്നെ ഒരു ഉപാസനയായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ ഉച്ചരിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ അതിൽ അകാര ഉകാരങ്ങളെ കൊണ്ടുവരരുത്, അത് അബദ്ധമാണ്, വിഡ്ഢിത്തമാണത്. ഇവിടെ ഇങ്ങനെ പറയുന്നു എന്ന് വിചാരിച്ചു. അകാര ഉകാരങ്ങളെ കൊണ്ടുവരുന്ന എന്തിനു വേണ്ടി? അത് അതിന്റെ ഭാവനയ്ക്ക് വേണ്ടിയിട്ട്, അർത്ഥചിന്തനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഓങ്കാരത്തിൽ വ്യാകരണ നിയമം അനുസരിച്ച് അകാര ഉകാരങ്ങൾ കൂടി ചേർന്നേ ഓങ്കാരം ഉണ്ടാവൂ എന്ന് നിയമമൊന്നുമില്ല. ഓങ്കാര ശബ്ദത്തെ ഉത്പാദിപ്പിക്കുന്നതിന് വേറെയും നിയമങ്ങളുണ്ട്, സൂത്രങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. വ്യാകരണ നിയമം അനുസരിച്ച് അകാര ഉകാര മകാരങ്ങളെ കൂട്ടിച്ചേർക്കാതെ തന്നെ ഓങ്കാരം എന്ന് പറയുന്ന ശബ്ദത്തെ വ്യാകരണ നിയമം അനുസരിച്ചുണ്ടാക്കാം. അതുകൊണ്ട് ഭാഷാപരമായിട്ട് ഓങ്കാരത്തിൽ അകാര ഉകാര മകാരങ്ങൾ കൂടിയേ തീരുമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയും ധരിച്ചുകളരുത്. എന്താണ് ഓം എന്ന് പറഞ്ഞാൽ അകാര ഉകാര മകാരങ്ങൾ കൂടിച്ചേർന്നുണ്ടായതാണ്, അങ്ങനെയും ധരിക്കരുത്. അത് ഭാഷാപരമായും പൂർണ്ണമായും ശരിയല്ല. സന്ധിയുടെ നിയമം അനുസരിച്ച് മാത്രമാണ് ഈ അകാര ഉകാരങ്ങൾ ചേർന്ന് ഓ ആകുന്നത്. വിചാരിച്ച് ഓം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരു സൂത്രമുണ്ട്, അവതേഷ്ടിലോപസ്ഥ. അതനുസരിച്ച് അവധാതുവിൽ നിന്ന് ഓങ്കാരം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ നിഷ്പത്തിയെക്കുറിച്ച് വ്യാകരണത്തിൽ പറയുന്നു. അവിടെ അകാര ഉകാര മകാരങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോ ഭാഷാപരമായി നോക്കുമ്പോൾ ഓങ്കാരത്തിൽ ശരിക്കും പറഞ്ഞ അകാര ഉകാര മകാരങ്ങളൊന്നുമില്ല. ഓങ്കാരത്തിന്റെ ആധ്യാത്മികമായ വ്യാഖ്യാനമാണ് ഇത്, അകാര ഉകാര മകാരങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കതിൽ കണ്ടെത്താൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് പിന്നീട് അതിന് നിയമമനുസരിച്ച് വേണമെങ്കിലും ഇതിനെ സാധൂകരിക്കാമെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭാഷാപരമായി തന്നെ അവിടെ സന്ധിയും മറ്റും പറയുന്നത്. വാസ്തവത്തിൽ ഈ ഓങ്കാരത്തിന്റെ അകാര ഉകാര മകാരങ്ങൾ എന്തിനു വേണ്ടി? കേവലം ഉപാസനയ്ക്ക് വേണ്ടി മാത്രമാണ്. അതിന് മാത്രകളുണ്ട് എന്ന് പറയുന്നു. ആ മാത്രകൾ ആത്മാവിന്റെ പാദങ്ങളോട് അഭിന്നമായിരിക്കുന്നു എന്ന് പറയുന്നു. നമുക്ക് കേൾക്കാനും ഉച്ചരിക്കാനും സ്മരിക്കാനും എല്ലാം കഴിയുമെന്നുള്ള ആ ഓങ്കാരത്തെ വിഭജിച്ച് അതിന്റെ ആദ്യക്ഷരമായ അകാരത്തിൽ നിന്നും ഇവിടെ ഉപാസന ആരംഭിക്കുന്നു. ഓങ്കാര ഉപാസന ആരംഭിക്കുന്നു എന്ന് വെച്ചാൽ ഓങ്കാരത്തിലൂടെയുള്ള ആത്മധ്യാനം ആരംഭിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജാഗ്രത സ്ഥാനോ യ, ജാഗ്രത് സ്ഥാനമായിരിക്കുന്നവൻ. അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ജാഗ്രത അഭിമാനി ആയിരിക്കുന്നവൻ, അതാണ് വിശ്വൻ. അല്ലെങ്കിൽ ആ വിശ്വന്റെ സമഷ്ടിയായിരിക്കുന്ന വൈശ്വാനരൻ, ആ വ്യഷ്ടി സമഷ്ടിയൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അതാണെന്ത്? ആ ഓങ്കാരത്തിന്റെ അകാരം. വൈശ്വാനരൻ അകാരം വൈശ്വാനരനാണ് എന്ന് ഭാവന ചെയ്യുക. ഓം എന്ന് നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ കേവലം ഉച്ചരിക്കുന്നിടത്ത് അവിടെ ഇത്തരം ഭാവനയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ല. അങ്ങനെയും ധരിച്ചു കളയരുത്. എന്താണ്?
ഓമെന്ന് ജപിക്കുമ്പോൾ, ഓമെന്ന് ഉച്ചരിക്കുമ്പോഴെല്ലാം ഈ അകാര ഉകാരം അകാര ഇതിനെ കുറിച്ച് ചിന്തിക്കണം, വിശ്വ തൈസ പ്രാജ്ഞന്മാരെ കുറിച്ച് ചിന്തിക്കണം എന്നൊന്നുമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓമെന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ, ഓമെന്ന് ജപിക്കുമ്പോൾ അവിടെ ഇതിനൊന്നും സ്ഥാനമില്ല. പറഞ്ഞല്ലോ, ഉച്ചാരണം മാത്രമായ ഉപാസനയാണ്. അവിടെ അർത്ഥം ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ജപവും നടക്കത്തില്ല, അർത്ഥചിന്തനയും നടക്കത്തില്ല. അപ്പോൾ ഈ ജപത്തിനോട് ചേർത്തുള്ള കാര്യമല്ല ഇവിടെ പറയുന്നു. അർത്ഥചിന്തനത്തിൽ ജപത്തിന് അവിടെ പ്രസക്തിയൊന്നുമില്ല. അവിടെ ഓമെന്ന് പറയുന്നതിന് നമ്മളൊരു പോസ്റ്റ്മോർട്ടം നടത്തി 3 ആക്കി വെച്ച് ആ 3 ആത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളോടുകൂടി യോജിപ്പിച്ച് കേവലം ചിന്തിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതും ജപവും ഒരുമിച്ച് നടക്കുന്ന കാര്യവുമല്ല. അതുകൊണ്ട് ജപവും ഇതുമായിട്ടും കൂട്ടിച്ചു. ജപം മറ്റൊരു തരത്തിലുള്ള ഉപാസനയാണ്. ഇത് കേവലം അർത്ഥഭാവന മാത്രമാണ്. കാരണം അങ്ങനെയും പലരും പറയുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഓമെന്ന് ജപിക്കുക, അതിന്റെ ഇടയ്ക്കൂടി തന്നെ അകാരം ഉകാരം അകാരം ഒന്നുകൂടി പറയാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ചിന്തിക്കാൻ ശ്രമിക്കുക. രണ്ടും നടക്കത്തില്ല. ഒരു സമയം മനസ്സിന് ഒരു കാര്യമേ ചെയ്യാൻ പറ്റും. അപ്പോൾ അതും അസംബന്ധമാണ്. ഓമിന്റെ ജപമാണ് ഒരാൾ ഉപാസനയായി സ്വീകരിക്കുന്നതെങ്കിൽ ആവർത്തിച്ച് ഓമിനെ ദീർഘമായി ജപിക്കുക. ഈ പറയുന്ന തരത്തിലുള്ള ഭാവനയൊന്നും അവിടെ നടക്കത്തില്ല. കാരണം ഇതെന്താണ്? ഇത് ഓമിനെ പിരിച്ചുള്ള ഭാവനയാണ്. അത് ഏകാഗ്രമായ ജപത്തിൽ അത് സാധ്യമല്ല. ഇത് ഭാവനയ്ക്ക് വേണ്ടി മാത്രം ഇതിനെ ഇങ്ങനെ പിരിച്ചെടുക്കുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. വൈശ്വാനരൻ, അതാണ് ഓങ്കാരത്തിന്റെ ആദിയിലെ അകാരം. ഇത് ഈ പറയുന്ന തരത്തിൽ നമുക്ക് ചിന്തിക്കാം, ഭാവന ചെയ്യാം. എന്തുകൊണ്ട്? വിശ്വൻ നമുക്ക് പരിചയമുള്ള ആളാണ്. തുര്യൻ പരിചയമില്ല, പക്ഷേ തുര്യന് വിശ്വഭാവത്തിൽ നമുക്ക് പരിചയമുണ്ട്. ഓങ്കാരത്തിലെ അകാരം നമുക്ക് സ്പഷ്ടമാണ്. ഓങ്കാരത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായി തുടങ്ങുന്ന അകാരത്തിലാണ് എന്ന്. ആ അകാരത്തിനെ വിശ്വനെന്ന് പറയുന്നതിന് എന്താണ് കാരണമെന്ന് അടുത്ത് പറയുന്നു. അതാണ് പ്രഥമ മാത്ര കേന സാമാന്യനിത്യ. ഇത് രണ്ടും തമ്മിലുള്ള സാമാന്യം എന്ന് വെച്ചാൽ സാദൃശ്യം. അതെന്താണ്? അകാരവും വിശ്വനും അല്ലെങ്കിൽ വൈശ്വാനരും തമ്മിലുള്ള ആ സാദൃശ്യം അതെന്താണെന്ന് പറയുന്നു. ആപ്തി വ്യാപ്തി അകാരേണ സർവാ വാക് വ്യാപ്ത അകാരോ വൈ സർവാ വാക് ഇത് ശ്രുതേഹി. അകാരത്തിനൊരു സ്വഭാവം ഉണ്ടെന്നാണ്. അത് ആപ്തി എന്ന് വെച്ചാൽ എന്താണ്? വ്യാപ്തി, വ്യാപിക്കൽ, വ്യാപിച്ചിരിക്കുക അകാരത്തിന്റെ ഒരു സ്വഭാവമാണ്. ആ എന്ന് പറയുന്ന വർണ്ണം എവിടെ വ്യാപിച്ചിരിക്കുന്നു? സർവവാക്ക്, സർവവാക്കുകളിലും അകാരം വ്യാപിച്ചിരിക്കുന്നു. സർവവാക്കുകളിലും എന്ന് പറയുമ്പോൾ രാമൻ, കൃഷ്ണൻ, കേശവൻ എന്നെല്ലാം പറയുന്നിടത്ത് എവിടെയെങ്കിലും ഒരു അകാരം കാണും. പക്ഷെ അർത്ഥം മാത്രമല്ല, അകാരമില്ലാത്ത വാക്കുകളുമുണ്ട്. ദേവി എന്ന് പറഞ്ഞാൽ അവിടെ അകാരമില്ല. ദേ ഏകാരം, വി ഈകാരം, അകാരമില്ല. പ്രത്യക്ഷമായിട്ട് അകാരമില്ല. പക്ഷെ ആ എ എന്നുള്ളതിനെ പിരിച്ചു കഴിഞ്ഞാലോ ആ ഈ അവിടെ ഒരു അകാരം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ പൊതുവെ പറയുകയാണ്, അപ്പൊ ഈ എന്നും മാത്രം ഉച്ചരിച്ചാൽ തന്നെ എന്താണ്? അതിന് വേണമെങ്കിൽ ഒരു വാക്കായിട്ട് എടുക്കാം സംസ്കൃതത്തിന്. അവിടെ അകാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, സ്പഷ്ടമായിട്ടില്ല. പക്ഷെ എന്നിരിക്കലും മറ്റ് ശബ്ദങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സർവ്വവാക്കുകളിലും അകാരം വ്യാപിച്ചിരിപ്പുണ്ട്. അതാണ് ശ്രുതി പറഞ്ഞത് അകാരാവൈ സർവവാക്, സർവവാക്കുകളും ഈ അകാരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആക്കി അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. സർവഭാഷകളിലും അകാരമുണ്ട്, സർവവാക്കുകളിലും അകാരമുണ്ട്. തഥാ വൈശ്വാനര എന്ന ജഗത്ത്, അതുപോലെ തന്നെയാണ് എന്താ ഈ ജഗത്ത്, ഈ ജാഗ്രത് പ്രപഞ്ചം വൈശ്വാനരനാൽ വ്യാപിച്ചിരിക്കുന്നു. വൈശ്വാനരനാണ് ഈ ജാഗ്രത് എന്ന് പറയുന്നത്, വിരാട്ടാണ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. തസ്യഹവ ഏതസ്യ ആത്മനോ വൈശ്വാനരസ്യ മൂർധായേവ സുതേജ ഇത്യാദി ശ്രുതേ.
ഈ ശ്രുതി മുമ്പും വന്നിട്ടുള്ളതാണ്. ഈ സൂര്യൻ അവന്റെ മൂർധാവാണ്. ഈ തരത്തിൽ ആ വിരാട് രൂപത്തെ വർണ്ണിക്കുന്നു. ഇത് വൈശ്വാനരനാണ്. തഥാ വൈശ്വാനരേണ ജഗത്, ഈ ജഗത്ത് വൈശ്വാനരനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അഭിധാന അഭിധേയോരേകത്വം അവോചാമ, അഭിധാന അഭിധേയങ്ങൾക്കുള്ള ഏകത്വം നേരത്തെ പറഞ്ഞു തുടക്കത്തിൽ. ഭൂമിത്യദക്ഷിണവിധം സർവം എന്ന് പറയുന്നിടത്ത് തുടങ്ങി ഇങ്ങനെയാണ്. അഭിധാന അഭിധേയങ്ങൾക്കുള്ള ഏകത്വത്തെ പറഞ്ഞുകൊണ്ടാണ്. ശബ്ദത്തിനും അർത്ഥത്തിനുമുള്ള അഭേദത്തെ പറഞ്ഞുകൊണ്ടാണ്. അവിടെ പറഞ്ഞല്ലോ, ഈ ശബ്ദം ആ സംവിത് സ്വരൂപത്തിൽ നിൽക്കുന്നു, അർത്ഥമോ അതും അവിടെ നിൽക്കുന്നു. അതുകൊണ്ട് ഇത് രണ്ട് ഏകമാണ് ഈ രീതി പറഞ്ഞു. അതിന്റെ ഏകത്വം അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. ശബ്ദാർത്ഥങ്ങൾ തമ്മിലുള്ള അഭേദത്തെക്കുറിച്ച് അത് നമ്മൾ ധരിക്കുന്ന രീതിയിലല്ല ശബ്ദാർത്ഥങ്ങൾക്കുള്ള അഭേദം എന്നെല്ലാം മറന്നുപോയൊരു പഴയ ക്ലാസുകൾ കേട്ടു നോക്കുക. ആദിരസ്യ വിദ്യതേ ഇത്യാദിമത് യഥാ ഏവ ആദിമത് അകാരാഖ്യം അക്ഷരം തഥാ ഏവ വൈശ്വാനരഃ തസ്മാദ്വാ സാമാന്യത് അകാരത്വം വൈശ്വാനരസ്യ. അക്ഷരങ്ങളിൽ അക്ഷരാണാം അകാരോസ്മി ഭഗവാനും പറഞ്ഞു. അക്ഷരങ്ങളിൽ ആദിയാണ് അകാരം. എന്തുകൊണ്ട് ആദി എന്ന് പറയുന്നു? ക്രമത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല. അക്ഷരങ്ങൾ എഴുതുമ്പോൾ ഐ ഉ റ് അങ്ങനെയാണ് സംസ്കൃതത്തിൽ പറയുന്നത്. എ ഓ ഐ ഔ, ഇതാണ് ക്രമം. ആയിൽ തുടങ്ങുന്നു. അതുകൊണ്ട് മാത്രമല്ല അകാരം ആദി എന്ന് പറയുന്നു. നമ്മൾ കേൾക്കുന്നതാണ് ശബ്ദം, അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത്. ഉച്ചരിക്കണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു ശബ്ദത്തെ ഉച്ചരിക്കണമെങ്കിൽ പ്രത്യേകിച്ച് സ്വരത്തെ വായ് തുറന്നാലേ പറ്റും. വായ് തുറക്കുന്നതാണ് ഉച്ചാരണത്തിന്റെ തുടക്കം, അല്ലെങ്കിൽ ശബ്ദ ഉത്പത്തിയുടെ തുടക്കം അതാണ്. വായ് തുറന്നുകൊണ്ട് ഒരക്ഷരം ഉച്ചരിക്കാൻ പറ്റും, അകാരം മാത്രം. വേറെ ഏതെങ്കിലും ഒരക്ഷരം വായ് തുറന്ന് ഉച്ചരിക്കാൻ നോക്കി നടക്കത്തില്ല, വായടഞ്ഞു പോകും. വായ്ക്ക് ചെറിയ സ്ഥാനചലനങ്ങൾ വരും. ഈ എന്നുള്ളത് തുറന്നൊന്ന് ഉച്ചരിച്ചു നോക്കി ഈ വരത്തില്ല പുറത്ത്. ഒരക്ഷരം മാത്രമേ അങ്ങനെ ഉച്ചരിക്കാൻ പറ്റൂ, അകാരം മാത്രം. എത്ര വേണമെങ്കിലും തുറക്കാം ആ ഉച്ചരിക്കുന്നതിന്. അകാരം വലുതായി വലുതായി വരുമെന്നേ ഉള്ളൂ. പക്ഷെ ഈ ഉ റ് ദ് ഏ എല്ലായിടത്തും എന്തൊരു വായ് കുറേശ്ശെ അടഞ്ഞടഞ്ഞു വരും. അതിന് വ്യതിയാനങ്ങൾ സംഭവിക്കും. പൂർണ്ണമായി വായു തുറന്നു വെച്ച് ഒരക്ഷരം ഉച്ചരിക്കാൻ ഒക്കത്തില്ല. ഒരു കാ ഉച്ചരിച്ചുകൂടെ എന്ന് ചോദിക്കാം. അവിടെ അകാരം ഉള്ളതുകൊണ്ടാണ്. അകാരം കളഞ്ഞാൽ പിന്നെ ഖ് എന്ന് ഉച്ചരിക്കാൻ പറ്റും. അതാണ് അതിന്റെ ആദിമത്വം, തുടക്കം. ഒരു കാരണം പറയുന്ന അതാണ്. ഉച്ചാരണത്തിന് നമ്മൾ ജിഹ്വയെ, നമ്മുടെ നാക്കിനെ ആശ്രയിക്കുന്നു, നമ്മുടെ വായ ആശ്രയിക്കുന്നു. അതിന്റെ തുടക്കം ആയിലാണ് തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാണ് ഈ ഇങ്ങനെയെല്ലാം പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? അകാരോ വൈ സർവാവാക്, അത് ആദിമത്താണ്. അതാണ് തുടക്കം. എല്ലാ അക്ഷരങ്ങളുടെയും തുടക്കം അതാണ്. അതിന് പ്രാധാന്യമുണ്ട്. കാരണം അക്ഷരങ്ങൾ കൂടി ചേരുന്നതാണ് വാക്ക്. നമ്മുടെ സർവ വ്യവഹാരത്തിനും ചിന്തയ്ക്കും ശബ്ദപ്രയോഗത്തിനും എല്ലാം ആധാരമായിരിക്കുന്ന ഈ വാക്കുകളാണ്. ഈ വാക്കുകൾക്കെല്ലാം ആധാരമായിരിക്കുന്ന അക്ഷരം. അക്ഷരത്തിൽ പ്രധാനിയായിരിക്കുന്നു അകാരം. എല്ലാം കൊണ്ടും അകാരമാണ് ആദി. ഓങ്കാരത്തിലും അത് ആദിയിലും വന്നു ആയിരുന്നു. ആദിമ അകാരാഖ്യമക്ഷരം. തഥാ ഇവ വൈശ്വാനരഃ, വൈശ്വാനരനും പറഞ്ഞല്ലോ നമ്മുടെ എല്ലാം തുടങ്ങുന്നത് ജാഗ്രതത്തിൽ നിന്നാണ്. നമ്മൾ തൈജസ്സിനെ കുറിച്ചും പ്രാജ്ഞനെ കുറിച്ചും എല്ലാം ചിന്തിക്കുന്ന ഇവിടെ ഉണർന്നിട്ടാണ്. ഉണർവാണ് ജാഗ്രത, അതാണ് വിരാട്ടായി നിൽക്കുന്നത്. അതുകൊണ്ട് വൈശ്വാനരനും തുടക്കം ആദിയാണ്, അകാരവും ആദിയാണ്. ഇതും അത് തമ്മിലുള്ള സാദൃശ്യമാണ്.
പറയുന്നു. ആദിമ അകാരാഖ്യമക്ഷരം തഥൈവ വൈശ്വാനര തസ്മാത് വാ സാമാന്യാത് അകാരത്വം വൈശ്വാനരസ്യ. വരണമെന്നുള്ള സാമാന്യത്തെ പറയുക. നിങ്ങളോട് ഉപാസിക്കാൻ പറഞ്ഞു, അകാരമാണ് വൈശ്വാനരെന്ന് പറഞ്ഞു. എന്തിനങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കാം. സമാനം പറയണം, അത് തമ്മിൽ സാമ്യമുണ്ട്. വ്യാപ്തി ആണ് ഒരു സാമ്യം. അകാരം വ്യാപിച്ചിരിക്കുന്നു, വൈശ്വാനരൻ വ്യാപിച്ചിരിക്കുന്നു. ഓങ്കാരത്തിൽ ആദ്യമുള്ളത്, മാത്രകളിൽ ആദ്യമുള്ളത് അകാരമാണ്, പാദങ്ങളിൽ ആദ്യമുള്ളത് വൈശ്വാനരനാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ പറയണമല്ലോ. ഈ അകാരമാണ് വൈശ്വാനരൻ എന്ന് ധ്യാനിക്കുക. ഓങ്കാരത്തെ ആദ്യം പിരിച്ചെടുക്കുക, അതിൽ അകാരത്തെ ഗ്രഹിക്കുക. അകാരമാണ് വിശ്വനായും വൈശ്വാനരനായും നിലനിൽക്കുന്നത് എന്ന് ധ്യാനിക്കുക. എന്ന് ധ്യാനിക്കുമ്പോൾ ഓങ്കാരത്തിന്റെ ഒരു പാദത്തിന്റെ ധ്യാനമായി. തദ്ദേകത്വവിധ ഫലമാഹ. അങ്ങനെ ധ്യാനിക്കുന്നവന്റെ ഫലം പറയുന്നു. ഈ ഫലം പറയുന്നത് ഇങ്ങനെ ധ്യാനിച്ചാൽ ഇങ്ങനെ ഒരു ഫലം ഉണ്ടാകുമെന്നുള്ള അർത്ഥത്തിലല്ല, അത് വേദത്തിന്റെ ഒരു രീതിയാണ്. അത് ഈ ജ്ഞാനകാണ്ഡത്തിൽ മാത്രമല്ല, കർമ്മകാണ്ഡത്തിലും അങ്ങനെ ഒരു രീതിയുണ്ട്. കർമ്മകാണ്ഡത്തിൽ ഒരു യാഗത്തെക്കുറിച്ച് പറഞ്ഞു, അതിന്റെ പ്രധാനമായ ഫലത്തെക്കുറിച്ച് പറയും. ഇതിന്റെ യാഗത്തിന്റെ അംഗങ്ങളായി വരുന്ന ചെറിയ ചെറിയ യാഗങ്ങളെക്കുറിച്ച് പറയും. അവിടെ അതിന്റെ ഫലങ്ങളെക്കുറിച്ച് പറയും. അപ്പൊ അതിനെക്കുറിച്ച് മീമാംസകരൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. എന്താണ്? ഈ അംഗങ്ങളെക്കുറിച്ച് പറയുന്ന ഫലത്തെ ഫലമായിട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ല. അത് മുഖ്യമായ യാഗത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. മുഖ്യമായ യാഗത്തിന്റെ ഫലമായി എന്താണോ പറഞ്ഞത്, സ്വർഗം, അതിനെ ഫലമായി സ്വീകരിച്ചാൽ മതി. അതുപോലെ ഓങ്കാരോപാസനയുടെ മുഖ്യമായ ഫലം എന്താണ്? പരമാത്മപ്രാപ്തി, ആത്മസാക്ഷാത്കാരം. അതിനിവിടെ ഫലമായി സ്വീകരിച്ചാൽ മതി. ഇതിന് കേവലം അർത്ഥവാദമായി സ്വീകരിച്ചാൽ മതി. അംഗങ്ങളിലെ ഫലവചനം അർത്ഥവാദമാണ് എന്നുള്ള മീമാംസ നിയമമനുസരിച്ച് പറയുകയാണ്. ആപ്നോതി ഹവൈ സർവാൻ കാമാൻ. അവൻ സർവകാമങ്ങളെയും പ്രാപിക്കുന്നു. ഫലം എന്നുള്ള ദൃഷ്ടി വിട്ടുകഴിഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമുണ്ട്. എന്താണ്? നമ്മൾ ഗീതയിൽ പറഞ്ഞു, യാവാനർത്ഥവതവാനെ സർവത സമ്പ്രദോതകെ. ആത്മജ്ഞാനിയുടെ ആ ആനന്ദത്തിൽ സർവ്വ ആനന്ദങ്ങളും അന്തർഭവിക്കുന്നു. ഓങ്കാരത്തിലൂടെ ഉപാസിച്ച് ആത്മബോധമുള്ളവന്റെ നിർവൃതിയിൽ മറ്റെല്ലാ ആനന്ദങ്ങളും അന്തർഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടും പറയാം, എന്താണ്? ആപ്നോതി ഹവൈ സർവാൻ കാമാൻ. അവൻ സർവകാമങ്ങളെയും പ്രാപിച്ചിരിക്കുന്നു. മാത്രമല്ല, ആദി പ്രഥമശ്ച ഭവതി മഹതാം. മഹാത്മാക്കളിൽ അവൻ ശ്രേഷ്ഠനൻ, ഒന്നാമനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? തത്വത്തെ സാക്ഷാത്കരിച്ചവൻ ഗുരുവായിരിക്കുന്നു, സർവ്വക്കും വഴികാട്ടിയായിരിക്കുന്നു. ഏവം വേദ. ഇങ്ങനെ ആരാണോ വേദ, ശബ്ദത്തിന് പ്രകരണം അനുസരിച്ച് അർത്ഥം മാറും. വേദ എന്ന് പറഞ്ഞാൽ സാധാരണ അറിയുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അർത്ഥം എന്താണ്? ഏവം വേദ. ആരാണോ ഇപ്രകാരം ഉപാസിക്കുന്നത്, ആരാണോ ഇപ്രകാരം ധ്യാനിക്കുന്നത്, അകാരമാണ് വൈശ്വാനരനായിരിക്കുന്നത് എന്ന് ധ്യാനിക്കുന്നത്. യഥോക്തം ഏകത്വം വേദ. ആരാണോ ഈ ഏകത്വത്തെ അറിയുന്നത്, അകാരത്തിന്റെയും വൈശ്വാനരത്തിന്റെയും ഏകത്വം അറിയുന്നത്, ഈ അകാരം തന്നെയാണ് വൈശ്വാനരനായിരിക്കുന്നത് എന്ന് ഓങ്കാരത്തെ ധ്യാനിക്കുന്നവൻ, അവൻ ആത്മപ്രാപ്തിയിലൂടെ സർവത്തെയും പ്രാപിക്കുന്നു. ഇനി പറയും എന്താണ്? അതുകൊണ്ട് അവന്റെ സർവാത്മഭാവത്തെ പ്രകടിപ്പിക്കുന്നതുമാകാം. അവൻ സ്വയം അവൻ വൈശ്വാനര ഭാവത്തെ പ്രാപിച്ചിട്ട് അവൻ സർവത്തിലൂടെയും സർവത്തെയും പ്രാപിക്കുന്നു എന്നും ആകാം എന്നും ഇനി പറയുന്നു. ജാഗരിതസ്ഥാനോ വൈശ്വാനരോ അകാരഃ പ്രഥമാമാത്ര ആപ്തേരാദിമത്വാദ്വാ ആപ്നോതി ഹ വൈ സർവാൻ കാമാൻ
ആദിശ്ച ഭവതി യ ഏവം വേദ ശാന്തി ശാന്തി ശാന്തി.